Hello dear students, welcome to Target Learning App. മക്കളെ നമ്മൾ ഇന്ന് നമ്മുടെ നീറ്റ് ജെഇക്കും അല്ലേ എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ +2ൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ആ ചാപ്റ്ററിൽ നമ്മൾ അതിനെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് പാർട്ട് എന്നും പറയാറുണ്ട്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 കൊടുക്കാനുള്ള കാരണം ഓക്കെ. എനിവേ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ജസ്റ്റ് തിയറി കണ്ടന്റ് ഇതൊക്കെ പഠിക്കാനുള്ള ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു പോകും. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ടാർഗറ്റിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും പുതിയ ബാച്ചിന് പോലും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ചാപ്റ്റർ പഠിച്ചതിന് ശേഷമേ എൻട്രൻസിന്റെ ക്ലാസ് കേൾക്കാവൂ, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ക്ലാസ്സിലേക്ക് വരാവൂ. ഓക്കെ, എനിവേ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം മക്കളെ ശ്രദ്ധിക്കടാ, ആദ്യം നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് മെത്തേഡ്സ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ. എന്താ മക്കളെ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയെ ചാർജ്ഡ് ബോഡിയാക്കി മാറ്റുക. ഓക്കെ, ഒരു ബോഡിയെ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബോഡിയിലേക്ക് ചാർജ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇലക്ട്രിഫിക്കേഷൻ നമുക്ക് 3 രീതിയിൽ നടത്താം. ഒന്ന് ബൈ കോണ്ടാക്ട് മെത്തേഡ്. എന്താണ്? ഒരു ചാർജ് ഇല്ലാത്ത ഒരു ബോഡി നോക്കിക്കേ, ഇവിടെ എ എന്ന ബോഡിയിൽ ആദ്യം ചാർജ് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോ ബി എന്ന ചാർജ്ഡ് ബോഡി എ എന്ന ബോഡിയുമായിട്ട് തമ്മിൽ കോണ്ടാക്റ്റിൽ വെച്ചപ്പോൾ അല്ലെങ്കിൽ മുട്ടിച്ചപ്പോഴാണ് ബിയിൽ നിന്ന് ചാർജ് എങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്? എയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പൊ മക്കള് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബൈ കോണ്ടാക്ട് മെത്തേഡിൽ ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയെ ചാർജ് ഉള്ള ഒരു ബോഡിയുമായിട്ട് മുട്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരുത്തുന്ന സമയത്ത് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ആവുകയും അങ്ങനെ ബോഡിയിൽ ചാർജ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ മെത്തേഡ്, ബൈ കോണ്ടാക്ട് മെത്തേഡ്. റൈറ്റ്, നൗ ലിസൺ. എന്താ മക്കളെ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? കോണ്ടാക്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള ഒരു ബോഡിയുടെ സാന്നിധ്യത്തിൽ പ്രസൻസിൽ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ പ്രസൻസിൽ ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസിൽ മറ്റൊരു ബോഡിയിൽ ചാർജ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് മക്കളെ എന്ത്? യെസ്, ഇലക്ട്രിഫിക്കേഷൻ ബൈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മെത്തേഡ്. മക്കളോട് നോക്കിക്കേ, ഈ ഒരു കേസിൽ ഇതൊരു സ്ഫിയർ, ഒരു ബോഡിയാണ്. അതിൽ കുറെ പ്ലസും മൈനസ് ചാർജിങ് ഒക്കെ കാണാം. ഓക്കെ, പക്ഷെ ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എത്ര പ്ലസ് ഉണ്ടോ അത്ര മൈനസും ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചാർജ്ഡ് ബോഡി അതിന്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിലുള്ള പോസിറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും? ഈ നെഗറ്റീവിനാൽ അട്രാക്ട് ചെയ്യപ്പെട്ടിട്ട് ഒരു സൈഡിലേക്ക് വരും. ഓക്കെ, അപ്പൊ മൈനസ് ചാർജ് റൈറ്റ് സൈഡിലും ഇവിടെ മുഴുവനും എന്ത് ചാർജ് ആയിട്ട് മാറും? പ്ലസ്. ഈ സെക്കൻഡ് ഫിഗറിൽ നോക്കുക. അപ്പൊ ഈ ഭാഗം മൊത്തം പ്ലസ് ആയി, അപ്പൊ ഈ ഭാഗം മൈനസ് ആയി. ഇനി ഈ മൈനസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഭാഗം നമ്മൾ എർത്ത് ചെയ്യും. സോ എർത്ത് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഒക്കെ ഇതുവഴി എന്ത് ചെയ്യും? ഗ്രൗണ്ടിലേക്ക് പോകും. അങ്ങനെ ഈ ബോഡി ഫുൾ എന്തായി മാറും? ഒരു പോസിറ്റീവ്ലി ചാർജ് സ്ഫിയർ ആയിട്ട് മാറും. ഇങ്ങനെ ആയിട്ട് മാറും. അങ്ങനെ ഈ ചാർജ്, ഈ ഒരു ബോഡി നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ചാർജ് ഈ ബോഡിയിൽ എല്ലായിടത്തും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ കോണ്ടാക്ട് മെത്തേഡിൽ സെയിം ടൈപ്പ് ചാർജ് ആണ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ചാർജ് ആണ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. ഈ കേസ് ആണെങ്കിലോ ഇൻഡക്ഷൻ മെത്തേഡ് ആണെങ്കിലോ ഓപ്പോസിറ്റ് ചാർജ് ആണ് മക്കളെ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ ടോപ്പിക്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ അല്ലെ, ജസ്റ്റ് റിവൈസ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സോ നമ്മൾ 3 മെത്തേഡിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്താം. ബൈ കോണ്ടാക്ട് മെത്തേഡ്, ബൈ ഇൻഡക്ഷൻ മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് എന്താ മക്കളെ? ബൈ ഫ്രിക്ഷൻ. ഓക്കെ, 2 ബോഡി പരസ്പരം റബ്ബ് ചെയ്യുക. 2 ബോഡി പരസ്പരം റബ്ബ് ചെയ്യുന്ന സമയത്ത് 2 ബോഡിയിലും എന്തുണ്ടാകും? ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നിൽ പോസിറ്റീവും ഒന്നിൽ നെഗറ്റീവും ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? മറ്റേ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ജസ്റ്റ് എന്താ പഠിക്കാനുള്ളത് അത് മാത്രം ജസ്റ്റ് പറയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പറഞ്ഞുതരാൻ മാത്രമാണ് മക്കളെ ഞാൻ ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ വഴി നമുക്ക് എന്തുണ്ടാക്കാം? ചാർജ്ഡ് ബോഡീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ കാണാം ഗ്ലാസ്, വൂള്, സിൽക്ക്, ഹാർഡ് മെറ്റൽ, റബ്ബർ, വാക്സ്, റെസിൻ. ഇതിൽ ലെഫ്റ്റിൽ കാണുന്ന ആളും റൈറ്റിൽ കാണുന്ന ആളും പരസ്പരം റബ്ബ് ചെയ്താൽ ലെഫ്റ്റിൽ കാണുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും റൈറ്റിൽ കാണുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഗ്ലാസും ഹാർഡ് മെറ്റലും റബ്ബ് ചെയ്താൽ ഗ്ലാസിന് പോസിറ്റീവ് ചാർജും ഹാർഡ് മെറ്റലിന് നെഗറ്റീവ് ചാർജുമാണ് കിട്ടുക. ഇനി ഹാർഡ് മെറ്റലും റബ്ബറും തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് മെറ്റലിന് എന്താ മക്കളെ കിട്ടുക? പോസിറ്റീവും റബ്ബറിന് നെഗറ്റീവും
ആണ് കിട്ടുക. സോ ഇതിൽ ഏതെങ്കിലും രണ്ട് ആൾക്കാരെടുത്ത് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഉള്ള ആൾക്ക് പോസിറ്റീവും റൈറ്റ് ഉള്ള ആൾക്ക് നെഗറ്റീവും ആണ് കിട്ടുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ആ മക്കളെ, എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്? 3 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, അതായത് ഒരു ബോഡിയിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഏതൊരു ബോഡി എടുത്തു കഴിഞ്ഞാലും അതിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഹോൾ നമ്പർ മൾട്ടിപ്ലൈ ആയിരിക്കും എന്നുള്ളതാണ് മക്കളെ എന്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ. സോ ദ ചാർജ് ഓൺ എനി ബോഡി ഈസ് ദ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. മക്കളെ, അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. അതായത് എന്താണെന്ന് അറിയാം മക്കളെ, ഒരു ചാർജ്, ഒരു ബോഡിയിൽ ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ബോഡിയിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ, ഒരു ബോഡിയിൽ ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിൽ കുറച്ച് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ്, ദാറ്റ് ഈസ് 1.6 × 10⁻⁹ കൂളോം. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണിത്. ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത് ഏതൊരു ബോഡിയിലും അടങ്ങുന്ന ചാർജ്. അതാണ് എന്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ദ ചാർജ് ഓൺ എ ബോഡി വിൽ ബി ക്വാണ്ടൈസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓർ ഇറ്റ് വിൽ ബി എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ആയിരിക്കും എന്നുള്ള കാര്യമാണ് മക്കളെ. ഞാൻ ഇൻഡത്തിലേക്ക് കടക്കുന്നില്ല. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് മക്കൾ പഠിച്ചിരിക്കണം. അവിടെ ഇക്വേഷൻ ഉണ്ട്, Q = +or - NE. ഇതാണ് ഒരു ബോഡിയിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? N × E ക്ക് ഈക്വൽ ആയിരിക്കും. where E is the charge of 1 electron, its value is the 1.6 × 10⁻⁹ coulomb. Now n is a whole number, 1 2 3 4 etc. ഏത് നമ്പറും ആകാം എന്ന്. ഓക്കെ, ആ കാര്യം മക്കൾ പഠിച്ചു വെക്കണം. അതിനുശേഷം മക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മക്കളെ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഒരു സിസ്റ്റം ആണിത്. ആ സിസ്റ്റത്തിൽ 2 ബോഡികളുണ്ട്. ആ 2 ബോഡി, ഈ 2 ബോഡിയും അടങ്ങുന്നതാണ് ഇപ്പൊ എന്റെ സിസ്റ്റം. ആ സിസ്റ്റം നോക്കിക്കേ, ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ നെറ്റ് ചാർജ് എത്രയാണ്? 0 ആണ്. ഈ 2 സിസ്റ്റം ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഉള്ളിലേക്കും ചാർജ് വരാൻ പറ്റില്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്കും ചാർജ് പോകാൻ പാടില്ല. അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് ബിഫോർ റബ്ബിംഗ്, ഞാൻ റബ്ബ് ചെയ്യാൻ പോവാണ്, ബിഫോർ റബ്ബിംഗ് എന്താ ടോട്ടൽ ചാർജ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് ആഫ്റ്റർ റബ്ബിംഗ് എന്താവണം മക്കളെ? 0 ആകണം. എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ലിസൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കുക, ഇത് 2 ഞാൻ റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര പോസിറ്റീവ് അറിയാം മക്കളെ? ഇവിടെ 7 പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ ഇവിടെ 7 നെഗറ്റീവ് ചാർജും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഇതിനെ സം എടുത്ത് നോക്ക്. 7 പോസിറ്റീവ് ചാർജും 7 പോസിറ്റീവ് ഇലക്ട്രോണിന്റെ ചാർജ് ആയിരിക്കും അല്ലെ. സോ ലിസൺ, 7 ഇലക്ട്രോണിന്റെ ചാർജ് അത് പോസിറ്റീവ് ആണ്. ഇവിടെ എന്താ 7 ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് എന്നിട്ട് കൂട്ടി എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. സോ ടോട്ടൽ ചാർജ് ബിഫോർ റബ്ബിങ്ങും ടോട്ടൽ ചാർജ് ആഫ്റ്റർ റബ്ബിങ്ങും എന്താ സെയിം. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം. സോ എന്താണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന ടോപ്പിക്കും മക്കൾ പഠിച്ചു വെക്കണം, എന്താണെന്നുള്ളത് പഠിക്കണം. നെക്സ്റ്റ് വൺ ഈസ് അഡിറ്റീവ് നേച്ചർ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. ചാർജുകൾ എങ്ങനെ ആഡ് ചെയ്യാം? ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തു. ഓക്കെ, ഒരു ബോഡിയിൽ കുറെ ചാർജുകൾ ഉണ്ട്. ഇവിടെ ഒരു +2 ഇലക്ട്രോണിക് ചാർജ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് +2 ഇലക്ട്രോണിക് ചാർജ്, ഇവിടെ -3 ഇലക്ട്രോണിക് ചാർജ്, ഇവിടെ +4 ഇലക്ട്രോണിക് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ ചാർജ് ഓൺ ദിസ് ബോഡി എത്ര ചോദിച്ചാൽ ഈ ചാർജുകൾ എന്ത് ചെയ്യുക? നേരെ ആൾജിബ്രിക് സം എടുക്കുക, സാധാ സം എടുക്കുക. മക്കളെ, 2 ഇലക്ട്രോണിന്റെ ചാർജ് +4 ഇലക്ട്രോണിന്റെ ചാർജ് -3 ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് വരും. അപ്പോൾ അവിടെ സം എടുക്കുമ്പോൾ സൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ 2 + 4 = 6 ആണ്. 6 3 പോയാൽ എത്രയാ മക്കളെ? 3 ആണ്. സോ ഇതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 3 ഇലക്ട്രോണിക് ചാർജ് ഉണ്ടാവുക, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയിലുള്ള എല്ലാ ചാർജുകളെയും എന്ത് ചെയ്യുക? നമ്മൾ സാധാ ആൾജിബ്രിക് സം എടുക്കുക. സം എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ടേക്ക് കെയർ ചെയ്യണം? അവിടെ സൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഈ സെക്ഷനിൽ മക്കൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ് ആണ്. ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാ മക്കളെ? ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ്. ഇതാണ് ഡിവൈസ്. ഇതാണ് ഇതിന്റെ ഈ മെറ്റൽ ഡിസ്കിന്റെ മുകളിൽ ഇതൊരു ബോഡിയാണ്. ഈ ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ മുട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഗോൾഡ് ഫോയിൽ കണ്ടോ നിങ്ങൾ? ഈ ഫോയിൽ കണ്ടോ? ആ ഫോയിൽ ഡൈവർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മുട്ടിച്ച ബോഡിക്ക് എന്തുണ്ട്? ചാർജ് ഉണ്ട്. ഡൈവർ ചെയ്യുന്നില്ലെങ്കിൽ, ഇത് പരസ്പരം അകലുന്നില്ലെങ്കിൽ ഈ മുട്ടിച്ച ബോഡിക്ക് എന്തുണ്ടാവില്ല?
ചാർജ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നിൻ്റെയും ഇൻഡെപ്ത് കോൺസെപ്റ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഒക്കെ സർഫസ് കൂടെ പോവാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറയും, അത്രയേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് MCQ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലിസൺ. അപ്പൊ ഇത്രയും ടോപ്പിക്സും ഒക്കെ ഓക്കെ അല്ലേ? ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ് എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുക. മക്കളെ ശ്രദ്ധിക്കുക, ഇനി ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1. നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1. In nature പ്രകൃതിയിൽ ശ്രദ്ധിക്കുക എന്താണ്? The electric charge of any system is always equal to. In nature, electric charge of any system, ഏതൊരു സിസ്റ്റത്തിലുമുള്ള ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ചാർജ് ആണോ? അല്ല. ഹാഫ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ അല്ല, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? ലീസ്റ്റ് എമൗണ്ട് ഓഫ് ചാർജ് ആണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി നേച്ചറിൽ ഒരു സിസ്റ്റത്തിൽ അടങ്ങിയ ചാർജ് എപ്പോഴും 0 ആയിക്കൊള്ളണമെന്നുണ്ടോ? നിർബന്ധമല്ല, 0 ആവാം, അല്ലാതിരിക്കാം. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. അടുത്തെന്താണ്? സ്ക്വയർ ഓഫ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് ചാർജ്. ഒരു ലീസ്റ്റ് എമൗണ്ട് ഓഫ് ചാർജിന്റെ സ്ക്വയർ ആയിരിക്കും എപ്പോഴും ഏത് ബോഡിയിലുള്ള ചാർജ്? അല്ല, അതും തെറ്റാ. എന്താ? is an integral multiple of least amount of charge. ഈ least amount of charge എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്? ഫ്രം ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന ടോപ്പിക് നിന്നാണ്. മക്കൾക്ക് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. സോ അവർ ആൻസർ ഈസ് 4. നാലാമത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ എ ന്യൂട്രൽ കണ്ടക്ടിങ് സ്ഫിയർ. നിങ്ങൾ ഒരു ന്യൂട്രൽ കണ്ടക്ടിങ് സ്ഫിയർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്നിട്ടോ എ പോസിറ്റീവ് പോയിന്റ് ചാർജ്. ഇത് ന്യൂട്രൽ ആണ്, ഇതിൽ നെറ്റ് ചാർജ് ഒന്നുമില്ല. ചാർജ് ഉണ്ടാവും, പ്ലസും മൈനസും ചാർജ് ഒക്കെ ഉണ്ടാവും, പക്ഷെ മൊത്തം നോക്കുമ്പോൾ ന്യൂട്രൽ ആണ്. യു ഗോട്ട് ഇറ്റ്. എക്സസ് ചാർജ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ? ഇലക്ട്രിക്കലി ഒരു ന്യൂട്രൽ, ഒരു സ്ഫെറിക്കൽ ബോഡിയാണ്. ആയിക്കോട്ടെ, കണ്ടക്ടിങ് സ്ഫിയർ ആണ്. ഇനി എ പോസിറ്റീവ് പോയിന്റ് ചാർജ്. ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ സ്ഫിയർ. സോ ഈ സ്ഫിയറിന്റെ പുറത്ത് ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് വെച്ചു. ആയിക്കോട്ടെ, ദ നെറ്റ് ചാർജ് ഓൺ ദ സ്ഫിയർ ഈസ് ദെൻ. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫിയറിന്റെ നെറ്റ് ചാർജ് എത്രയായിരിക്കും? മക്കളെ ശ്രദ്ധിക്കടാ. ഇവിടെ നോക്കിയേ, ഈ പോസിറ്റീവ് ചാർജ് ഇതിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കുറച്ച് ഇൻഡക്ഷൻ വഴി ഈ ഭാഗം കുറച്ച് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. അപ്പൊ ഈ ഭാഗം നേരത്തെ എന്താ മക്കൾ കണ്ടിട്ടുണ്ട്? എന്താ? ഈ ഭാഗം പോസിറ്റീവ്ലി ചാർജ്ഡ് ആകും. ശരിയല്ലേ മക്കളെ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ സ്ഫിയറിലെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 പോസിറ്റീവ്, ഇവിടെ 4 നെഗറ്റീവ് ചാർജും ഇല്ലേ? മൊത്തം എന്താ കിട്ടി? ടോട്ടൽ ചാർജ് 0 ആണ്. സോ ഇത് ന്യൂട്രൽ ആയിരിക്കും അപ്പോഴും. ഇതിന്റെ നെറ്റ് ചാർജ് അപ്പോഴും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഒരു സംശയവും വേണ്ട അല്ലെ? ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്. അപ്പൊ പറയാണ്, ഒരു പോസിറ്റീവ് ചാർജ് ഈ സ്ഫിയറിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഫിയറിലെ നെറ്റ് ചാർജ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആവുമോ? ഇല്ല. കാരണം ഇത് നെഗറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് പോസിറ്റീവ് പോകണം. ഇവന്ന് 2 പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടായാൽ, ഇവർ 2 പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം എന്താ? ഇവിടെ നെറ്റ് ചാർജ് എന്താ വരിക? ഈ 2 പോസിറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ 2 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. പിന്നെ എക്സസ് ആയി എന്തുണ്ട്? 2 നെഗറ്റീവ് ചാർജ് എക്സസ് ആയി അവിടെ ഉണ്ടാവും. അപ്പൊ എന്താ? ഈ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുമായിരുന്നു, പക്ഷേ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് എങ്ങോട്ടും പോയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു സ്ഫിയറിന് നെറ്റ് ചാർജ് നെഗറ്റീവ് ആകില്ല. സോ ഈ ആൻസർ തെറ്റാണ്. പിന്നെ അടുത്തോ നെഗറ്റീവ് ആൻഡ് അപ്പിയേഴ്സ്. നെഗറ്റീവ് തെറ്റാണ്, നെഗറ്റീവ് ആൻഡ് തെറ്റാണ്. ആൻസർ ഈസ് 0. ഈ സ്ഫിയർ അപ്പോഴും ഇപ്പോഴും ഒക്കെ തന്നെ ന്യൂട്രൽ ആണ്. സോ നെറ്റ് ചാർജ് എന്താ? 0. ഒരു സംശയവും വേണ്ട. ആൻസർ ഈസ് 4th one ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സെക്ഷൻ ഒരു സിമ്പിൾ സെക്ഷൻ ആണ്. ഇനി പഠിക്കാൻ പോകുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് മെജോറിറ്റി ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. മക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് വൺ ഈസ് കുളംസ് ലോ അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. അതായത് 2 ചാർജുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 2 ചാർജും തമ്മിലുള്ള ഫോഴ്സ്, ആ 2 ചാർജും തമ്മിലുള്ള എന്ത് മക്കളെ? 2 ചാർജും തമ്മിലുള്ള ഫോഴ്സ് ആണ് കുളംസ് ലോയിൽ പറയുന്നത്. ഓക്കെ, Q1 Q2 2 ചാർജ് r ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിൽ വെക്കുകയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ r² ആയിരിക്കും. ഇവർ എയറിലാണെങ്കിൽ സോ അവിടെ നമുക്ക് എയർന്നോ അല്ലെങ്കിൽ വാക്വംന്നോ കൊടുക്കാം. ഇവിടെ നമുക്ക് എയർന്നോ അല്ലെങ്കിൽ വാക്വംന്നോ കൊടുക്കാം. സോ ഫോഴ്സ് ഇൻ എയർ ഓർ വാക്വം ഇസ് ഈക്വൽ ടു 1/4
1 by 4 pi epsilon 0 q1 q2 by r square, where epsilon 0 is known as permittivity of free space or permittivity of air ആണ്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ രണ്ട് ചാർജിനെയും ഒരു മീഡിയത്തിൽ കൊണ്ടുപോയി മുക്കിയാൽ, വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിക്കോ, മണ്ണെ കൊണ്ടുപോയി മുക്കിക്കോ, ഓയിലിൽ കൊണ്ടുപോയി മുക്കിക്കോ, എവിടെങ്കിലും കൊണ്ടുപോയി മുക്കിക്കോ, അങ്ങനെ മുക്കിയാൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് മാറും. കാരണം അവിടെ നോക്ക്, എഫ് മീഡിയം എന്ന് പറയാം. എഫ് മീഡിയം ഇസ് ഈക്വൽ ടു 1 by 4 pi എപ്സിലോൺ എന്ന് വരും. എപ്സിലോൺ 0 ഉള്ള എപ്സിലോൺ എന്ന് വരും ഇൻറ്റു q1 q2 by r square എന്ന് വരും. where epsilon is the permittivity of that medium. Permittivity of that medium. That is also can be written as epsilon is equal to epsilon 0 into epsilon r എന്ന് എഴുതാം. ഇതൊക്കെ തിയറി ക്ലാസ്സിൽ കൃത്യമായി വെടിപ്പായിട്ട് പറഞ്ഞ കാര്യങ്ങളാ അല്ലേ? ആണ്. സോ ഇത് പഠിക്കണം മക്കളെ. ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. Now listen. അപ്പൊ എഫ് മീഡിയം നമുക്ക് എങ്ങനെയും എഴുതാം 1 by 4 pi epsilon 0 epsilon r q1 q2 by r square എന്നും നമുക്ക് പറയാം. അതാണ് മക്കളെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ കൊടുത്ത ഇക്വേഷൻസ് നിങ്ങൾ നോക്കണം, പഠിക്കണം, നിർബന്ധമാണ് കേട്ടോ. ഞാൻ എഫ് മീഡിയത്തിന്റെ പറഞ്ഞു. ഓക്കെ, എഫ് മീഡിയം ഞാൻ പറഞ്ഞു മക്കളെ. നോക്ക്, what is f medium? F medium is equal to 1 by 4 pi epsilon 0 epsilon r into q1 q2 by r square ആണ്. ശരിയല്ലേ മക്കളെ? ഇനി എഫ് എയർ ആണെങ്കിൽ എന്താ 1 by 4 pi epsilon 0 q1 q2 by r square ആണ്. ശരിയല്ലേ? So from here we can write f air by f medium is equal to epsilon r എന്ന് വേണമെങ്കിൽ എഴുതാം. അതായത് മക്കളെ ശ്രദ്ധിക്ക്, എൻ്റെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്. ആ രണ്ട് ചാർജും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചു, എയറിൽ വെച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് 40 ന്യൂട്ടൺ എന്ന് പറഞ്ഞു. എയറിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് 40 ന്യൂട്ടൺ എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ചോദിക്കുകയാണ്, ഈ ചാർജിനെ ഒരു വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി, ഇതേ ഡിസ്റ്റൻസിൽ ഇതേ ചാർജിനെ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി, വെള്ളത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ അതിനെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും. വെള്ളത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഒരു 2 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ അവർക്ക് എത്ര ഫോഴ്സ് ഉണ്ടാവും എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. എന്താണ്? എയറിലുള്ള ഫോഴ്സ് ബൈ ഒരു മീഡിയത്തിലുള്ള ഫോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കിട്ടും. ഇതൊക്കെ മക്കൾ പഠിക്കണം. ഓരോ കാര്യങ്ങളും ഞാൻ വ്യക്തമായി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നൗ ലിസൺ. ഇവിടെ നമുക്ക് എന്ത് പറയാം? എഫ് മീഡിയല്ലേ കാണേണ്ടത്, മീഡിയത്തിലുള്ള ഫോഴ്സ് അല്ലേ കാണേണ്ടത്. ഇത് അങ്ങോട്ടേക്ക് എടുക്കുക, ഇത് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പൊ എന്താ? എഫ് മീഡിയം ഇസ് ഈക്വൽ to f air by epsilon r എന്ന് വരും. f air എത്രയാണ്? 40 ആണ്. സോ 40 by 2 എന്ന് വരും. ആൻസർ ഈസ് 20 ന്യൂട്ടൺ. ദാറ്റ്സ് ഓൾ. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. റൈറ്റ്? ഓക്കെ, അപ്പൊ ഇതെന്താണ്? രണ്ട് ചാർജുകൾ എയറിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സ് ആണ്. ഇതെന്താണ്? ആ രണ്ട് ചാർജുകളെ അതേ ഡിസ്റ്റൻസിൽ ഒരു മീഡിയത്തിൽ കൊണ്ടുപോയി വെക്കുമ്പോഴുള്ള ഫോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. പഠിച്ചേക്കണം. നെക്സ്റ്റ് വൺ ഈസ് നോക്കിയേ, ഇത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ക്ലാസ് പറഞ്ഞ കാര്യമാണ്. എന്താണ്? രണ്ട് ചാർജ് q1 q2, ആ രണ്ട് ചാർജുകൾക്കിടയിൽ r1 ഡിസ്റ്റൻസിൽ ഒരു മീഡിയം, ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് k1, അടുത്ത r2 ഡിസ്റ്റൻസിൽ k2 എന്നുള്ള ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള വേറൊരു മീഡിയം, അടുത്ത r3 ഡിസ്റ്റൻസിൽ k3 ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള വേറൊരു മീഡിയം വെച്ചു. അങ്ങനെ ഡിഫറെന്റ് മീഡിയാസ് വെച്ചു രണ്ട് ചാർജിനെ എടുക്കില്ലേ? അപ്പൊ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് മാറും. അതിനുള്ള ഇക്വേഷൻ മക്കൾ പഠിച്ചു വെക്കണം. 1 by 4 pi epsilon 0 q1 q2 divided by root k1 into പുറത്ത് r1 plus root k2 പുറത്ത് r2 plus root k3 പുറത്ത് r3 whole square. ഈ ഇക്വേഷൻ മക്കൾ പഠിച്ചു വെക്കണം. റൈറ്റ്? ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കടാ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് വൺ. പ്രോബ്ലം ചെയ്യാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. വെക്ടർ അഡീഷൻ ഒക്കെ ഇതിന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വെക്ടർ അഡീഷൻ അറിഞ്ഞിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നിങ്ങൾ പഠിക്കേണ്ടത് എത്രയാണ്? എടാ മക്കളെ, കുറെ ചാർജുകളാ, q1 q2 q3 q4 q0. ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു q0യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ, ഈ q0യിലേക്ക് ഈ q1 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അത് ഒന്നുകിൽ അട്രാക്റ്റീവ് ആകാം അല്ലെങ്കിൽ റിപ്പൾസീവ് ആകാം, ഏതുമാവാം. ശരിയല്ലേ? ഓക്കെ, എന്തോ ആവട്ടെ, ഈ q0യിലേക്ക് ഈ q1 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ഈ q2 ഒരു ഫോഴ്സ് അങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യും, ഈ
ഈ Q3 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ഈ Q4 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ദ നെറ്റ് ഫോഴ്സ് ഓൺ Q0 വിൽ ബി ഈക്വൽ ടു ദ വെക്റ്റർ സം ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ആൻഡ് Q2 Q3 Q4. അതായത് Q1 Q0 മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും Q2 Q0 മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും Q3 ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഇയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ആ 4 ഫോഴ്സും കണ്ടിട്ട് ആ 4 ഫോഴ്സിന്റെയും വെക്റ്റർ സം നിങ്ങൾ എടുത്താൽ നെറ്റ് ഫോഴ്സ് ഓൺ Q0 കിട്ടുന്നു. അത് പഠിച്ചു വെക്ക് മക്കളെ. ഓക്കെ, അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി പ്രോബ്ലം വരുമ്പോൾ നമ്മൾ തകർക്കും. യു ഗോട്ട് ഇറ്റ്. അതിന് വെക്ടർ അഡീഷൻ മക്കൾ പഠിക്കണം. വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ മോഷൻ ഇൻ എ പ്ലെയിനിൽ 3 ടോപ്പിക് അങ്ങ് പഠിക്കാണ്ടിരുന്നു. ഒന്ന് വെക്ടേഴ്സും പ്രൊജക്ടൈൽ മോഷനും സർക്കുലർ മോഷനും. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ വന്നുള്ളായിരുന്നു? പ്രൊജക്ടൈൽ മോഷൻ മാത്രമേ വന്നുള്ളായിരുന്നു. പക്ഷെ അത് മാത്രം പഠിച്ചാൽ പോരാ, അതിൽ വെക്ടർ അഡീഷൻ പഠിക്കണം, നിർബന്ധമാണ്. വെക്ടർ അഡീഷനിൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ട്, റെസൊല്യൂഷൻ മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് അനലിറ്റിക്കൽ മെത്തേഡും റെസൊല്യൂഷൻ മെത്തേഡും മക്കൾ പഠിച്ചു വെക്കണം. നിർബന്ധമാണ്, പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യമാണ്. റൈറ്റ്? അപ്പൊ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നു മക്കളെ. വാട്ട് ഈസ് നെക്സ്റ്റ് നോക്കടാ. ലിസൺ. Force between two identical charged spheres, okay, with the same charge is F. മക്കളെ, 2 ഐഡന്റിക്കൽ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഉണ്ട്. അവരെ ചാർജിന്റെ അളവെന്താടാ? സെയിം ആണ്. അവർ തമ്മിലുള്ള ഫോഴ്സ് എത്രയാന്ന് പറഞ്ഞു? F ആന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത് നോക്കടാ. ഈ 50% 50% അല്ലെ, ഈ 50% ചാർജ് ഓഫ് വൺ സ്ഫിയർ, ഓക്കെ, ഒരു സ്ഫിയറിന്റെ 50% ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ അതർ സ്ഫിയർ. അപ്പോ ഒരു സ്ഫിയറിലുള്ള ചാർജിന്റെ 50% മറ്റേ സ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആയിക്കോട്ടെ. ഓക്കെ, then the new force will be okay. അപ്പൊ ഇവിടുന്ന് കുറച്ച് ചാർജ് മറ്റേ സ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഇവിടെ നോക്കടാ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആയിക്കോട്ടെ. സോ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്താ മക്കളെ വരിക? F is equal to 1/4πε0 Q1 Q2 പറയുമ്പോൾ Q into Q വരും, Q സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ R സ്ക്വയർ. സമ്മതിച്ചോ? നൗ ഈ രണ്ട് ബോഡി ഞാൻ ഈ രണ്ട് ബോഡി ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ചാർജ് എത്രയായി? ഇവന്റെ 50% ചാർജ് പറഞ്ഞാൽ അത്രേ 50% എന്ന് പറഞ്ഞാൽ പകുതിയാണ് അല്ലെ. അപ്പൊ ഇവന്റെ ചാർജ് Q ആണ്. അപ്പൊ അതിന്റെ പകുതി പറഞ്ഞാൽ Q/2 ആർക്ക് കിട്ടി? ഇവന് കിട്ടി അല്ലെ. ഇവന് പകുതി 50% ചാർജ് മറ്റേ ആൾക്ക് കൊടുത്തു. സോ ഇവന്റെ ചാർജ് 50% എന്ന് പറയുമ്പോൾ എത്ര? Q/2 ഉണ്ടാവും. സോ അതിന് Q/2 പോയാൽ എത്രയാണോ? ഒരു സാധനത്തിൽ നിന്ന് അതിന്റെ പകുതി പോയാൽ എത്ര ഉണ്ടാവുക? പിന്നെ പകുതി ഉണ്ടാവുക. സോ ബാക്കി എത്ര ഉണ്ടാവുക? ഇവിടെ Q/2 ബാക്കിയുണ്ട്. ഇവിടെ ഇവന് ആദ്യം ഒരു Q ഉണ്ട്, അതിന്റെ കൂടെ ഇവന്റെ Q/2 കൂടി കിട്ടി. അപ്പൊ എത്രയായി? Q + Q/2. എത്രയാ മക്കളെ? Q + Q/2 1 + അര എത്ര? 1.5. അപ്പൊ എത്ര ഉണ്ടാവുക? Q + Q/2 മക്കളെ. Q + Q/2 എത്രയാണ്? Q/1 എഴുതാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒക്കെ ആക്കി പറഞ്ഞു തരാം കേട്ടോ. 2Q + Q/2 വരും, 3Q/2, 1.5Q എന്നാ പറയാ. ഓക്കെ, എന്തായാലും മക്കളെ എത്ര ഉണ്ടാവുക? ഹിയർ ബിക്കംസ് 3Q/2 വരും. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഒരു മാറ്റവും ഇല്ല, 6 തന്നെ. ഇനി ഇവർ തമ്മിലുള്ള ഫോഴ്സ് എത്രയാകും? അതും ഓപ്ഷനിൽ നോക്കുക. ഇൻ ടേംസ് ഓഫ് എഫ്, ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സിന്റെ ടേംസിൽ വേണം പുതിയ ഫോഴ്സ് പറയാൻ. നോക്കടാ, ഇവർ തമ്മിലുള്ള ഫോഴ്സിന് ഞാൻ F' എന്ന് വിളിക്കുകയാണ്. എത്ര ഉണ്ടാവുക? F' is equal to 1/4πε0 into ഇവന്റെ Q into ഇവന്റെ Q. ഇവന്റെ Q എത്ര? Q/2 അല്ലേ. സോ Q/2 into 3Q/2 by R square എന്ന് വരികയും that becomes എടാ ഇവിടെ 3 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 2 into 4. അപ്പൊ എങ്ങനെ ഇതാ? 1/4πε0 into Q3QQ. അപ്പൊ 3Q² 2 into 2 is 4 divided by R square എന്ന് വരും. ഓക്കെ, ഈ 3/4 ഞാൻ ആദ്യം എഴുതാൻ പോവാണ്. സോ F' becomes, listen, F' becomes ശ്രദ്ധിക്കടാ,
അപ്പോൾ എഫ് ഡാഷ് ബിക്കംസ് എന്താ 3/4 ഞാൻ ആദ്യം എഴുതിയാൽ 3/4 ഇൻറ്റു 1/4πε0 പിന്നെ എഴുതി 1/4πε0 പിന്നെ എഴുതി ഇൻറ്റു ഇത് എഴുതിയില്ലേ 3/4 ആദ്യം എഴുതി 1 ഇത് എഴുതി പിന്നെ q²/r² ബാക്കി ഉണ്ടാവും. സോ q²/r². മക്കളെ ഇതെന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ ഫോഴ്സ് എഫ് അല്ലേ? നോക്കിക്കേ ആണ്. അപ്പോൾ എന്തായി മാറും മക്കളെ? പുതിയ ഫോഴ്സ് ഈക്വൽ ടു 3/4 ടൈംസ് ആദ്യത്തെ ഫോഴ്സ്. സോ അവർ ആൻസർ ഈസ് 3/4 times initial force. So our answer is this is the right answer. 3/4 initial force. മക്കൾക്ക് ഓക്കെ അല്ലേ മക്കളെ? റെഡി? ഓക്കെ, ഇത് ഇത്ര സമയമൊന്നും എടുക്കൂല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരുമ്പോൾ എത്ര എടുത്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. നോക്കടാ മക്കളെ, എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 charges are placed as shown in figure. മക്കൾ നോക്കുക, രണ്ട് ചാർജുകൾ, ഇത് 9e അല്ലേ, ഇതോ 16e ആയിക്കോട്ടെ. രണ്ട് ചാർജുകളെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. എന്നിട്ടോ where should a third charge be placed? എവിടെയാണ് ഒരു തേർഡ് ചാർജ് പ്ലേസ് ചെയ്യേണ്ടത്? എന്തിനാണ്? so that it remains at rest. ആ മൂന്നാമത്തെ ചാർജ് റെസ്റ്റിലാവണം. അതിന് ആ മൂന്നാമത്തെ ചാർജിനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ. നോക്കണം മക്കളെ, ശ്രദ്ധിക്കും. This is 9e. ഓക്കെ, പിന്നെ അവിടുന്ന് ഡിസ്റ്റൻസ് മാറിയിട്ട്, ഡിസ്റ്റൻസ് എത്രയാ? 70 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് മക്കളെ എന്താ പറ, ആരുണ്ട്? ഒരു 16e ചാർജ് ഉണ്ട്. രണ്ടും സെയിം ചാർജ്, സെയിം നേച്ചർ ആണ്. മീൻസ് ഇത് പ്ലസും ഇതും പ്ലസ് ആണ്. ഓക്കെ, ഇനി എവിടെയാണ് നമ്മൾ അടുത്തൊരു ചാർജിനെ വെക്കേണ്ടതെന്നല്ലേ ക്വസ്റ്റ്യന്. എടാ മക്കളെ, ഇവിടെ ഞാൻ ഒരു ചാർജിനെ വെച്ചു വിചാരിക്കുക. ഓക്കെ, ഈ രണ്ട് ചാർജും പോസിറ്റീവ് ആണ്. നൗ ലിസൺ, ഇവിടെ ഞാൻ ഒരു നെഗറ്റീവ് ചാർജിനെ വെച്ചാൽ എന്താ സംഭവിക്കുക? ആ നെഗറ്റീവ് ചാർജിനെ ആര്? ഈ പ്ലസ് ഈ ചാർജ് അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അതുപോലെ ഈ പ്ലസ് 16e ചാർജും ഈ നെഗറ്റീവ് ചാർജിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടാളും അട്രാക്ട് ചെയ്യാണ്. അപ്പോൾ ഈ ബോഡി ഒരിക്കലും റെസ്റ്റിലാവില്ല. ഇനി ഇവിടെ വെച്ച ചാർജ് പോസിറ്റീവ് ആണെങ്കിലോ? പോസിറ്റീവ് ആണെങ്കിൽ ഈ പോസിറ്റീവ് അവനെന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ശരിയല്ലേ? സോ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ഓക്കെ, ഈ പ്ലസ് 9e ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ഈ പ്ലസ് 16eയും ഈ ചാർജിനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. അപ്പൊ രണ്ടാളും ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യുമ്പോൾ ഈ ചാർജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വെക്കുന്ന ചാർജ് ഇവിടെ വെക്കുന്നതെങ്കിൽ ഇവിടെ എന്താ? ഈ ചാർജ് വെക്കുന്ന ചാർജ് ഒരിക്കലും എന്താവൂല? റെസ്റ്റിലാവൂല. ഓക്കെ, സോ ലിസൺ, അപ്പോൾ ആ ചാർജിന് മൂവ്മെന്റ് ഉണ്ടാവും. സോ ലിസൺ മക്കളെ, അപ്പം നമുക്ക് ചാർജിനെ ഒന്ന് ഇവിടെ വെച്ച് നോക്കാം. അവിടെ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ വെക്കുന്ന ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഈ പോസിറ്റീവിനെ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ഈ പോസിറ്റീവിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ രണ്ട് റിപ്പൾഷനും ഓപ്പോസിറ്റിലാണ്. ആ രണ്ട് റിപ്പൾസീവ് ഫോഴ്സും ഈക്വലും കൂടി ആയാൽ നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് ചാർജ് 0 ആകും. നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് ചാർജ് 0 ആയാൽ പിന്നെ ആ ബോഡി മൂവ് ചെയ്യൂല. യു ഗാട്ട് ഇറ്റ്? ചാൻസ് ഉണ്ട്. ഓക്കെ. ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ? അത് മക്കളെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് അവനെ എങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ഈ പോസിറ്റീവും ആ നെഗറ്റീവിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോഴും രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റാ. അതുകൊണ്ട് കൺഫേംഡ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചാർജ് എവിടെ വെക്കാം മക്കളെ? അവർക്ക് ഇൻ ബിറ്റ്വീൻ ഒരു സ്ഥലത്ത് വെക്കാം. ഓക്കെ, നൗ ലിസൺ, എവിടെയാണ് അപ്പോൾ വെക്കുന്നത്? നോക്ക് മക്കൾ, നന്നായി ശ്രദ്ധിക്ക്. അപ്പം ഞാൻ വെക്കാൻ പോകുന്നത് 9eയിൽ നിന്നും x ഡിസ്റ്റൻസ് അകലെയാണ് ഞാൻ ആ ഒരു ചാർജിനെ വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം മറ്റേ ഡിസ്റ്റൻസ് എത്രയായി മക്കളെ? ദിസ് ബിക്കംസ് 70 - x ആയി മാറി. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ വെച്ച ഈ ചാർജ്, ആ ചാർജ് റെസ്റ്റിലാകണമെന്നുണ്ടെങ്കിൽ ആ ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഈക്വലും ആകണം. അതായത് ഇവൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വലും ആകണം, ഓപ്പോസിറ്റും ആകണം. ഓപ്പോസിറ്റ് ആണ് ഉറപ്പാ. ഇനി എന്തും കൂടി ആയാൽ മതി? ഈക്വലും കൂടി ആയാൽ മതി. ശരിയല്ലേ? ഓക്കെ, ഇവിടെ വെച്ചാൽ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ആണ്. ഇയാൾ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇയാൾ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും സെയിം ആണ്. നമുക്ക് ഇവിടെ ചാർജ് Q എന്ന് കൊടുക്കാം. എടാ മക്കളെ പറയടാ, ഇനി എന്താണ്? ഇയാൾ അവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാ? 1/4πε0 ഇൻറ്റു 9e ഇൻറ്റു Q / x² അല്ലേ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇയാളും തമ്മിൽ ഉണ്ടാക്കുന്ന ഫോഴ്സോ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 16e ഇൻറ്റു Q / 70 - x ദ ഹോൾ സ്ക്വയർ എന്ന് വരുമ്പോൾ മക്കളെ വെട്ടടാ, വെട്ട്. വെട്ടി ല്ലേ?
Okay, next മക്കൾ ശ്രദ്ധിക്ക് here becomes 9 by x square becomes അവനെന്താ 16 by 70 minus x the whole square. എല്ലായിടത്തും റൂട്ട് എടുക്കുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ മൊത്തം റൂട്ട്, ഇവിടെ മൊത്തം റൂട്ട്. റൂട്ട് 9 3 by x equal to root 16 is 4 by 70 minus x whole square ന്റെ റൂട്ട് എടുത്താൽ എന്താ വരിക? സ്ക്വയർ അങ്ങ് പോകും. അപ്പൊ എന്താ 70 minus x എന്ന് വരും. റൈറ്റ്? ഓക്കെ, സോ ഇത് പോട്ട് ഇത് പോയി. ഇനി എന്താ മക്കളെ, ഇത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും എടുക്കുക. അപ്പൊ എന്താ 70 minus x into 3 is equal to 4 into x. 4x multiply 3 into 70 210 minus 3x equal to 4x. 4x അങ്ങോട്ട് പോകുമ്പോൾ 4x plus 3x is 7x. 7x equal to 210. From this x equal to 210 by 7, answer is 30. Okay, 30 സെന്റിമീറ്റർ. സോ ലിസൺ, അപ്പൊ എത്രയാ മക്കളെ വരിക? 30 ഇല്ലേ? ഓക്കെ, 30 സെന്റിമീറ്റർ. 9e യിൽ നിന്ന് എക്സിന്റെ വാല്യൂ 30 ആണ്. സോ 9e യിൽ നിന്ന് 30 സെന്റിമീറ്റർ. ഇനി ഇവിടുന്ന് പറയുകയാണെങ്കിലോ 16e യിൽ നിന്ന് 70 മൈനസ് 30 എത്ര? 40 ഉണ്ടാവുക. സോ 16e യിൽ നിന്ന് 40, 9e യിൽ നിന്ന് 30. അപ്പൊ ആ ഓപ്ഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. ഏതെങ്കിലും 30 സെന്റിമീറ്റർ ഫ്രം 9e, അത് കറക്റ്റ് ആണ്. ഓക്കെ, 30 ഫ്രം 9e കറക്റ്റ് ആണ്. ഇനി അടുത്ത് 40 സെന്റിമീറ്റർ ഫ്രം 16e, അതും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് ആണ്. 40 ഫ്രം 16e അത് കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ്. അപ്പോൾ 40 ഫ്രം 9e അല്ല, അത് തെറ്റാ, ഇത് തെറ്റാ. സോ യെസ്, ഓപ്ഷൻ 1 or 2 അല്ലേ? അപ്പൊ ഏതാ ആൻസർ? മോർ കറക്റ്റ് ആൻസർ മക്കൾ പറ. മോർ കറക്റ്റ് ആൻസർ പറ. 4 is the right answer. അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ മക്കളെ, എങ്ങനെ ചെയ്തെന്നുള്ള ഓക്കെ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങുന്നു മക്കളെ. 5th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 2 point charges placed at a distance r in air exert a force F. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. 2 point charges, 2 point charges ഉണ്ട്. നന്നായി ശ്രദ്ധിക്കടാ. 2 point charges placed at a distance r. ഇവരെ നമ്മൾ ഒരു r ഡിസ്റ്റൻസ് അകലെ വെച്ചു. ഇൻ എയർ exert a force F. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് F ഫോഴ്സ് ഉണ്ടായി ഇവർ തമ്മിൽ. ഓക്കെ, the distance at which they exert same force. The distance at which, അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. they exert same force. അവർ സെയിം, ഈ രണ്ട് ചാർജുകൾ, അപ്പോൾ ഒരു Q1 Q2 ആയിക്കോട്ടെ, ഈ രണ്ട് ചാർജുകളും സെയിം ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ഓക്കെ, അതിന് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കാണണം. പക്ഷെ എന്താ പറഞ്ഞത്? when placed in a certain medium dielectric constant K is. അതായത് ഇവർ നിങ്ങൾ വേറെ ഒരു മീഡിയത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഈ Q1 Q2നെ വേറെ ഒരു ഡിസ്റ്റൻസിൽ, ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, വേറെ ഒരു ഡിസ്റ്റൻസിൽ വെച്ചു. എവിടെയാണ്? വേറൊരു മീഡിയത്തിൽ. ഇത് വേറെ മീഡിയാണ്, വേറെ മീഡിയത്തിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഇത് വേറെ മീഡിയത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, സോ ഒരു മീഡിയത്തിൽ കൊണ്ടുപോയി വെച്ചു. എയർ അവിടെ എയർ ആണ്, ഇവിടെ എന്താണ്? വേറെ എന്തൊരു മീഡിയാണ്. അപ്പൊ ആ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്സിലോൺ ആറിനെയാണ് എന്ത് വിളിക്കുക? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. സോ ഇവിടുത്തെ ഈ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് എന്താ അറിയോ? ഈ എക്സ് വാല്യൂ കാണണം. പക്ഷെ കണ്ടീഷൻ എന്താണ്? ഈ കേസിലെ ഫോഴ്സും സെയിം ആകണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? then distance at which, distance നിങ്ങൾ കാണണം, at which എന്താ? they exert same force when placed in a certain. അപ്പോൾ ഇതേ ഫോഴ്സ് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ ഫോഴ്സിനെ നമുക്ക് എഫ് ഡാഷ് എന്ന് വിളിക്കാം. എഫ് ഡാഷും എഫ് എന്താ? ഈക്വലാ. അവിടെ എഫ് എന്താ മക്കളെ വരിക? എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 into Q1 Q2 by r square ആണ് വരിക. ഇവിടെ എഫ് ഡാഷ് എന്താ മക്കളെ വരിക? അവിടെ നോക്കുക. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 1/4πε0 into എപ്സിലോൺ ആറിന് പകരം കെ എന്ന് കൊടുത്തു, into Q1 Q2 by r അല്ല എക്സ് ആണ്. സോ എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു. ശരിയല്ലേ? ഈ എഫ് ഡാഷ് എന്തിന് ഈക്വൽ ആണ്? ഇവിടുത്തെ ഫോഴ്സ് എന്തിന് ഈക്വലാ? ഇതിന് ഈക്വലാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഇക്വേറ്റ് ചെയ്യാം. 1/4πε0 into Q1 Q2 by r square ചെയ്യാം. സോ Q1 Q2 4πε0 4πε0 ക്യാൻസൽ. ബാക്കി എന്താണുള്ളത് നോക്കിയേ. ഇവിടെ എന്താ ഉണ്ടാവുക? 1/, ഇവിടെ ഒരു k ഉണ്ട്, x സ്ക്വയർ ഉണ്ട്. സോ 1/kx² is equal to അപ്പുറത്തോ 1/r സ്ക്വയർ ഉണ്ട്. ഇത് തിരിക്കുക, ഔ തിരിക്കുക. അപ്പൊ എന്താ മക്കളെ വരിക? പറ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക? പറ. ഇത് തിരിക്കുക, ഔ തിരിക്കുക. അപ്പൊ എന്താ? kx² is equal to r square from here.
മൊത്തം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ എന്താ സ്ക്വയർ റൂട്ട് ഓഫ് എന്താ റൂട്ട് കെ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്താ എക്സ് വരും. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്താ 6. ഇത് കിട്ടി. ഫ്രം ഹിയർ വാട്ട് ഈസ് എക്സ്? എക്സ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് കെ ഇസ് ദ ഫൈനൽ ആൻസർ. സോ ഓപ്ഷൻ ആർ ബൈ റൂട്ട് കെ 3 ഇസ് ദ റൈറ്റ് ആൻസർ. മക്കളെ സിമ്പിൾ, നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ഈസ് സിക്സ് ക്വസ്റ്റ്യൻ. മക്കളെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 6th one is നോക്ക് 2 point charges plus 9q അല്ലേ? എന്താണ് plus 9q and plus q are kept 16 centimeter apart. അപ്പോൾ രണ്ട് ചാർജുകൾ ഉണ്ട് മക്കളെ നോക്കടാ. പ്ലസ് 19q ഉണ്ട്, പിന്നെ ആരാളുള്ളത്? പ്ലസ് q ഉണ്ട്. അവർ 16 സെന്റിമീറ്റർ അകലെയാണ്. ഓക്കെ, അപ്പോൾ where should the third charge small q be placed? നിങ്ങൾ മൂന്നാമത്തെ ഒരു സ്മോൾ q ചാർജ് എവിടെയാണ് വെക്കേണ്ടത്? എന്താണ്? between them, അവർക്കിടയിൽ, so that the system remains in equilibrium കണ്ടീഷൻ. മക്കൾ നോക്ക്, ഇവർക്കിടയിൽ എവിടെയാണ് നമ്മൾ ഒരു സ്മോൾ q നെ വെക്കേണ്ടത്? കണ്ടീഷൻ എന്താണ്? so that the system remains in equilibrium. ഈ സിസ്റ്റം ഇക്വിലിബ്രിയം ആകണം. മക്കളെ ശ്രദ്ധിക്കുക, ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം ആകണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലെ ഏത് ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും എന്താകണം? 0 ആകണം. നെറ്റ് ഫോഴ്സ് 0 ആകണം. മക്കൾ പഠിച്ചു വെച്ചോ, ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. നെറ്റ് ഫോഴ്സ് ഷുഡ് ബി 0. അത് ഇവിടെ പഠിക്കുന്നതല്ല, അത് ഫസ്റ്റ് ഇയറിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം എന്നുള്ള സെക്ഷനിൽ പഠിക്കുന്നതാണ്. എ ബോഡി വിൽ ബി ഇക്വിലിബ്രിയം ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആൻഡ് നെറ്റ് ടോർക്ക് ഓൺ ദാറ്റ് സിസ്റ്റം ഈസ് 0. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ എന്തായാലും മക്കൾ പഠിച്ചു വെക്ക്, ഇക്വിലിബ്രിയം ആകണമെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്താകണം? 0 ആകണം. നൗ ലിസൺ, നമ്മൾ നേരത്തെ കണ്ടു ഇത് പ്ലസ് ചാർജ് ആണ്, ഇതും പ്ലസ് ചാർജ് ആണ്. സോ ഈ ചാർജ് അതിനിടയിൽ ഏത് ചാർജ് വെച്ചാലും, പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും, ആ ചാർജ് എന്താകാം? ഇക്വിലിബ്രിയത്തിലാകാം. ശരിയല്ലേ? ഓക്കെ, നൗ മക്കളെ ഈ ഡിസ്റ്റൻസ് നമുക്ക് x എന്ന് കൊടുക്കാം. സോ ഈ ഡിസ്റ്റൻസ് അപ്പം എന്തായിരിക്കും? 16 മൈനസ് x ആയിരിക്കും. ഇനി മക്കളെ ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായാലും, ഇയാൾ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇയാൾ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും നോക്കിയാൽ അത് എന്തായാലും ഓപ്പോസിറ്റ് ആയിരിക്കും. ആണ്. ഇനി എന്തുകൂടി ആയാൽ, അത് ഈക്വലും കൂടി ആയാൽ രണ്ട് ഫോഴ്സും ക്യാൻസൽ ആകും. സോ നെറ്റ് ഫോഴ്സ് ഓൺ q എന്താകും? 0 ആകും. അപ്പൊ ആ ചാർജ് എന്തിലാവും? ഇക്വിലിബ്രിയത്തിലാകും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, നൗ ലിസൺ. അപ്പൊ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഞാൻ കാണാൻ പോവാ. അതെങ്ങനെ കാണാം? 1/4πε0 ഇൻറ്റു 19q ഈ ചാർജ് ഇൻറ്റു മറ്റേ ചാർജ് q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ x സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു, ഓപ്പോസിറ്റ് ആവും എന്തായാലും, ഇനി ഈക്വലും കൂടി ആയാൽ മതി. അവർ തമ്മിലുള്ള ഫോഴ്സ് എന്താ? 1/4πε0 ഇൻറ്റു q ഈ q ഇൻറ്റു മറ്റേ q ഡിവൈഡഡ് ബൈ 16 മൈനസ് x ദ ഹോൾ സ്ക്വയർ. മക്കളെ കട്ടോട് കട്ട്, വെട്ടോട് വെട്ട്, q സ്ക്വയർ കട്ട്. ഇനിയൊന്നുമില്ല, അവിടെ നിൽക്കട്ടെ. റൈറ്റ്, ഓക്കെ. ഇനി ബാക്കി എന്തൊക്കെയുള്ള നോക്കണം മക്കളെ. 19 ഡിവൈഡഡ് ബൈ x സ്ക്വയർ ഇസ് ഈക്വൽ ടു 19 അല്ല, സോറി ഇവിടെ ഇതുണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. ബട്ട് 19 അല്ല, 9 ആണ്, പ്ലസ് 9 ആട്ടോ. സോ ദിസ് വൺ ഈസ് 9q. ഓക്കെ, ഓക്കെ. അപ്പോൾ ലിസൺ, അപ്പോൾ എന്താ വരിക? ദിസ് ഈസ് x സ്ക്വയർ. സോ 9 ഡിവൈഡഡ് ബൈ x സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/16 മൈനസ് x സ്ക്വയർ എന്ന് വരികയും. ഓക്കെ, നൗ ലിസൺ, എല്ലാ സ്ഥലത്തും സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലേ? ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്താ മക്കളെ? 9 എന്നുള്ളത് 3 ആകും ബൈ x ഈക്വൽ ടു √1 1 ആകും ബൈ 16 മൈനസ് x ഹോൾ സ്ക്വയർ എന്താകും? 60 മൈനസ് x ആകും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മക്കളെ എന്താ കിട്ടുക നോക്ക്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 16 എത്ര മക്കളെ വരിക? ദാറ്റ് ഈസ് 48 മൈനസ് 3 × x എന്താ വരിക? 3x ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ x × 1 എന്താ വരിക? x. So from here 48 is equal to 3x plus 6 is 4x. From here x is equal to 48 by 4. Answer is 1, 2. Answer is 12 centimeter. That means ഈ ചാർജ് ഇവിടുന്ന് 12 centimeter അകലെയായിരിക്കണം. That is ഇത് x value 12. So 60 minus x value will be 4 centimeter ഉണ്ടാകും. 16 minus 4 is 6 minus 12 is 4 centimeter. സോ ആൻസർ നോക്കാം. അപ്പോൾ എവിടെയാ ചാർജ് വെക്കേണ്ടത്? 24 സെന്റിമീറ്റർ ഉണ്ടോ? ഇല്ല, 24 അല്ല, ഇതുമില്ല. ഓക്കെ, സോ 12 സെന്റിമീറ്റർ ഫ്രം +9q എന്ന് 12 സെന്റിമീറ്റർ. കറക്റ്റ് ആണ്.
12 centimeter from plus q. അവിടെ നിന്ന് ഇങ്ങോട്ട് 12 ഉണ്ടോ? ഇല്ല, 4 ഉള്ളൂ. സോ ഈ ഓപ്ഷൻ തെറ്റാ. സോ our answer is 2 is the right answer. മക്കളെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെ 6th ക്വസ്റ്റ്യൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങാണ് മക്കളെ. 2 balls, 2 balls. മക്കളെ ശ്രദ്ധിക്കടാ, എൻ്റെ കയ്യിൽ 2 ബാളുകളുണ്ട്. 2 ബാളുകൾ എടുത്തു കണ്ടോ? 2 balls. ഓക്കെ, carrying charges plus 7 microcoulomb and minus 5 microcoulomb attract each other. ഇവർ പരസ്പരം attract ചെയ്യുന്നു with a force F ഫോഴ്സോട് കൂടി ഇവർ attract ചെയ്തോട്ടെ, നല്ലത്. ഓക്കെ, ഇനി എന്താ? If a charge minus 2 microcoulomb is added to both, രണ്ടാൾക്കും എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക മക്കളെ? ഒരു -2 microcoulomb രണ്ടാൾക്കും ആഡ് ചെയ്യാണ് മക്കളെ. ഓക്കെ, ആയിക്കോട്ടെ. ഇനി എന്താണ്? The force between them will be. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്താകുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ മക്കളെ ഒരു 6 ആക്കി എടുത്തോ. ഓക്കെ, 6 ആക്കി എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണ് മക്കളെ വരിക? 1/4 pi epsilon 0 into q 7 into 10⁻⁻6 into മൈക്രോകുളം കുളമാക്കാൻ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അടുത്ത് 5 into 10⁻⁻6 നെഗറ്റീവ് പോസിറ്റീവ് കൺസിഡർ ചെയ്യേണ്ട, വാല്യൂ മാത്രം എടുത്താൽ മതി. ഡിവൈഡ് ബൈ അവർ തമ്മിൽ ഡിസ്റ്റൻസ് വരുമ്പോൾ 6r². ഇതാണ് എഫിന്റെ വാല്യൂ വരിക. അടക്കട്ടെ. ഇനി അടുത്ത കേസിൽ ഇവർ നമ്മൾ ഈ നെഗറ്റീവ് -2 മൈക്രോകുളം ആഡ് ചെയ്യും. ഈ 7 മൈക്രോകുളത്തിന് ഇതും കൂടി കിട്ടുമ്പോൾ എത്രയാകും? 7 മൈക്രോകുളം പ്ലസ് -2 മൈക്രോകുളം. ആ എത്രയാ മക്കളെ ഉണ്ടാവുക? +5 മൈക്രോകുളം ഉണ്ടാവും അല്ലേ? സോ ഈ ബോഡി എന്താവും മക്കളെ? +5 മൈക്രോകുളം ആയിട്ട് മാറും. അപ്പുറത്തെ ബോഡി എന്താവും മക്കളെ? പറ. -7 -5 പ്ലസ് -2 എന്താ? -7 മൈക്രോകുളവും ആയിട്ട് മാറും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 6 തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി അവർ തമ്മിലുള്ള ഫോഴ്സ് ഞാൻ കാണാൻ പോവാണ് മക്കളെ. അവർ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ പോവാ. അവർ തമ്മിലുള്ള ഫോഴ്സ് F' എന്ന് കൊടുക്കാം. അവർ തമ്മിലുള്ള ഫോഴ്സ് F' is equal to 1/4 pi epsilon 0 into ഈ വാല്യൂ 5 10⁻⁻6 into. ചില കുട്ടികൾക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ബുദ്ധിപരം വേഗം ആൻസറിലേക്ക് എത്താം. ഓക്കെ, ആൻസർ എന്തായാലും F ആ വരിക. ഓക്കെ, ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാന്നേ ഉള്ളൂ. 5 ചെയ്തു. ഇനി എന്താ? 7 into 10⁻⁻6 by distance r² അല്ലേ? ഇത് രണ്ടും സെയിം അല്ലേ? യെസ് ഓർ നോ? ഇവിടെ ഇത് +7 മൈക്രോ, ഇത് -5 മൈക്രോകുളം. ഇതോ +5. വാല്യൂസ് രണ്ടും സെയിം ആയില്ലേ? നോക്കിയാ ആയി. അപ്പൊ അവർ തമ്മിലുള്ള ഫോഴ്സും സെയിം ആയിരിക്കും. കാരണം എന്താ? Q1 Q2 വാല്യൂ സെയിമാ, അപ്പൊ മാഗ്നിറ്റ്യൂഡ് സെയിമാ. ഇവര് ഒന്ന് +1 -1 ആണ്. സോ അട്രാക്റ്റീവ് നേച്ചർ ഉണ്ടാവുക. ഇതും എന്താ? അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെ ആയിരിക്കും, സെയിം ഫോഴ്സ് തന്നെ. അപ്പൊ F' പറഞ്ഞാൽ എന്തിന് ഈക്വൽ തന്നെ? Fന് ഈക്വലാ. സോ ആൻസർ ഈസ് F. റൈറ്റ്? ഇത് ചെയ്യാൻ നിൽക്കൊന്നുമില്ല, വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ നിൽക്കടാ. ഓക്കെ, 2 equal and like charges when placed 5 centimeter apart. മക്കള് ശ്രദ്ധിക്കണേ. അതായത് 2 equal and like charges. ഓക്കെ, ഒരുപോലത്തെ ചാർജസ് ആട്ടോ. അപ്പൊ 2 ഈക്വൽ ചാർജസ് ഉണ്ട്. ഓക്കെ, ഒരുപോലത്തെ 2 ചാർജസ് ഉണ്ട്. when placed 5 centimeter apart. നോക്കടാ. സോ ഇത് Q, ഇത് Q. അവർ നമ്മൾ 5 സെന്റിമീറ്റർ അകലത്തിൽ വെച്ചു. അപ്പോൾ എന്താണ്? എക്സ്പീരിയൻസ് എ റിപ്പൾസീവ് ഫോഴ്സ് ഓഫ് 0.144 ന്യൂട്ടൺ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് കിട്ടി 0.144. ഓക്കെ, അത്രയും ന്യൂട്ടൺ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ഇൻ മൈക്രോകുളം വിൽ ബി. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം, വില എത്രയാണെന്നുള്ളത് കാണണം. അവർ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെ കാണാം? F is equal to 1/4 pi epsilon 0 into Q1 Q2 വരുമ്പോൾ Q² ഉണ്ടാകും ബൈ R² എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ അല്ലേ? സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണം. സോ 10⁻⁻2 മൾട്ടിപ്ലൈ ചെയ്യും, മീറ്റർ ആയി. അതിന്റെ സ്ക്വയർ. റൈറ്റ് മക്കളെ? Q² ആ ഫൈൻഡ് ചെയ്യേണ്ടി അല്ലേ? ആയിക്കോട്ടെ. F എത്ര? 0.144 is equal to 1/4 pi epsilon 0 വാല്യൂ 9 into 10⁻9 ആണ് into. അടുത്ത Q² ഉണ്ട് ബൈ 5 10⁻⁻. അപ്പോൾ ഉണ്ടാവും 25 into 10⁻⁻4 എന്ന് വരും. ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക, 9 ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പോൾ എന്താ മക്കളെ വരാൻ നോക്ക്? Q² is equal to ഇത് ഇൻറ്റു ഇത് ബൈ ഇത്. അപ്പോൾ എന്താ? 0.144 into
25 into 10 raised to minus 4 divided by, okay, 9 10 raised to 9. 9 into 10 raised to 9 എന്ന് വരും. Ready? Okay. Now listen. തന്ത്രപരമായിട്ട് നീങ്ങാം. ഓക്കെ, എങ്ങനെ ചോദിച്ചാൽ കാണിച്ചു ഇവിടെ ശ്രദ്ധിക്ക്. ദാറ്റ് ഈസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു, എടാ ഞാൻ ഇവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ 1000 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 1000 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. ഓക്കെ, ഇതിനെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? 144 ആയിട്ട് മാറും. സോ ഏതാണ് 144 ഇൻറ്റു 25 ഇൻറ്റു 10 raised to minus 4 divided by 9 into 10 raised to 9 into 1000. മുകളിൽ 1000 മൾട്ടിപ്ലൈ, അപ്പോൾ താഴെ 1000 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 1000 പറഞ്ഞാൽ 10 raised to 3 ആണ്. ക്ലിയർ? റെഡി? ഇനി മക്കൾ ഒന്ന് ശ്രദ്ധിക്കടാ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ബുദ്ധിപരമായി നീങ്ങണം. മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇവിടെ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ ഒഴിവാക്കിയാലേ നമുക്ക് ക്യൂ കിട്ടുള്ളൂ. അപ്പോൾ 144 റൂട്ട് നമുക്ക് കിട്ടും, ഈസിയാണ്. 25 റൂട്ട് നമുക്ക് കിട്ടും, ഈസിയാണ്. 90 റൂട്ട് നമുക്ക് കിട്ടും, ഈസിയാണ്. മൊത്തം മൾട്ടിപ്ലൈ ഭാഗെ കൊളായി പോകും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ നോക്ക്, ക്യൂ സ്ക്വയർ ബിക്കംസ് എന്താ മക്കളെ? 144 ഇൻറ്റു 25 by 9. ഓക്കെ, ഇൻറ്റു ഇവിടെ 10 raised to minus 4 ഉണ്ട്, -4. ഇത് മുകളിൽ കയറുമ്പോൾ 10 raised to minus 9 ആകും, ഇൻറ്റു ഇത് മുകളിൽ കയറുമ്പോൾ 10 raised to minus 3 ആകും. സോ 9ഉം ഈ 4ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 13. ആ 13ഉം ഈ 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 16. അപ്പോൾ 10 raised to minus 16 ആയില്ലേ? സോ ഈസ് ഈക്വൽ ടു 144 ഇൻറ്റു 25 by 9 ഇൻറ്റു 10 raised to minus 16. ഇനി ക്യൂ എടുത്താൽ അത് റൂട്ട് ഓഫ് എടുക്കുക. അപ്പോൾ എന്താ മക്കളെ വരിക? 144ൻ്റെ റൂട്ട് 12 ആണ്, ഇൻറ്റു 5 റൂട്ട് 5 ആണ്, ബൈ 3 ഇൻറ്റു 10 raised to minus 16 റൂട്ട് എത്ര? 10 raised to minus 8 ആണ്. ഇത് കട്ടാവും. കട്ട് ഇത് 4 into 5 is 20. അപ്പോൾ എത്രയും മക്കളെ ഉണ്ടാവുക? 20 അല്ലേ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഇൻ മൈക്രോ. ഓക്കെ, അപ്പോൾ ആൻസർ ഉണ്ടാവും മക്കൾ നോക്കടാ. 20. 4 into 5 is 20. 20 10 raised to minus 8 എന്ന് വരും. സോ അത്രയും കുളം ആണ് ആൻസർ ഉണ്ടാവുക. അത്രയും കുളം ആണ് ആൻസർ ഉണ്ടാവുക. മക്കളെ ശ്രദ്ധിക്ക്, അത്രയും കുളം. നൗ ലിസൺ, 20 into 10 raised to minus 8 കുളമാണ് ആൻസർ. അത് വേണ്ടോ നോക്കുക. 0.2. അപ്പോൾ ആൻസർ വേണ്ടത് മൈക്രോ കുളമ്പിലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മൈക്രോ 10 raised to minus 6 കുളം അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 20 into 10 raised to minus 2 into 10 raised to minus 6 എന്ന് എഴുതാം. അത്രയും കുളം. ഇതെന്താകും? മൈക്രോ കുളമായി മാറും. അപ്പോൾ എത്ര ആൻസർ? 20 into 10 raised to minus 2 മൈക്രോ കുളം. ദാറ്റ് ഈസ് 2 പോയിന്റ് മാറ്റി എഴുതുമ്പോൾ ആൻസർ ഈസ് 0.2 മൈക്രോ കുളം ഈസ് ദ റൈറ്റ് ആൻസർ. എത്ര? 0.2 ആണ്. 0.2 മൈക്രോ കുളം. സോ അവർ ആൻസർ ഈസ് 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി തരുമ്പോൾ ആ സമയം എടുക്കുക. നമ്മൾ സ്വയം ഇങ്ങനെ കുത്തി കുറിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. 2 point charges of +2 microcoulomb +6 microcoulomb റിപ്പൽ. സോ 2 പോയിന്റ് ചാർജുകൾ +2 microcoulomb ആൻഡ് +6 microcoulomb ഇവർ റിപ്പൽ ചെയ്യും. ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് 12 ന്യൂട്ടൺ. സെയിം എന്താണ്? 2 പോസിറ്റീവ്. സോ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും എത്ര? 12. ഓക്കെ, ഇഫ് ഈച്ച് ഈസ് ഗിവൺ ആൻ അഡീഷണൽ ചാർജ് ഓഫ് -4 microcoulomb, ഓരോരുത്തർക്കും -4 microcoulomb ചാർജ് കൊടുത്താൽ ഫോഴ്സ് ബിക്കംസ്. എടാ മക്കളെ, അപ്പോൾ ഫോഴ്സ് ഉണ്ടാവും. സോ ഇവിടെ ഞാൻ ഒരു മൈനസ് അല്ലേ, -4 microcoulomb കൊടുക്കുന്നു. ഇവിടെ ഞാൻ -4 microcoulomb കൊടുത്താൽ ഫോഴ്സ് എന്താകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യൂസ് യുവർ ബ്രെയിൻ. നോക്ക്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇയാൾ എത്രയാകും? -4 + 2 ദാറ്റ് ഈസ് -2. അപ്പോൾ ഇയാൾ എന്താവും? -2 microcoulomb ആയിട്ട് മാറും. ഇയാൾ എന്തായി മാറും മക്കളെ? പറ, ആളെന്തായി മാറും? +2. 6ഉം -4 എന്താ? +2 microcoulomb ആയി മാറും. ഡിസ്റ്റൻസ് ഒന്നും മാറ്റല്ല. ഇവർ തമ്മിലുള്ള ഫോഴ്സ് കാണണം. അതിന് നമുക്ക് F' എന്ന് കൊടുക്കാം. ഡിസ്റ്റൻസ് നിങ്ങൾ R എന്ന് വിളിച്ചോ. ഓക്കെ, സോ വാട്ട് ഈസ് എഫ്? എഫ് എന്ന് പറഞ്ഞാൽ അത് 12 ആണ്. അത് എത്രയാണ്? 1/4πε0 ×
2 into 10 raised to minus 6 into 6 into 10 raised to minus 6 അല്ലേ അല്ലേ മക്കളെ 2 മൈക്രോ ആണ് സോ 10 raised to minus 6 ഇത് കൊടുത്തു ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ. ഇനി ഇവർ തമ്മിലുള്ള ഫോഴ്സ് അത് എഫ് ഡാഷ് എന്ന് വിളിക്കുക. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക പറ എന്താണ് 1/4πε0 ഇൻറ്റു 2 into 10 raised to minus 6 മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി ഇൻറ്റു 2 into 10 raised to minus 6 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ ആണ്. ഇനി മക്കളെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം മക്കൾ നന്നായി ശ്രദ്ധിച്ചോ. എഫ് ഡാഷ് ബൈ എഫ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാൻ പോവാണ് എഫ് ഡാഷ് ബൈ എഫ്. എഫ് ഡാഷ് ബൈ എഫ് ചെയ്യുമ്പോൾ മക്കൾ നന്നായി ശ്രദ്ധിച്ചോ. എഫ് ഡാഷ് ബൈ എഫ് ചെയ്യുമ്പോൾ ഇത് ബൈ ഇത് ചെയ്യുമ്പോൾ ഈ ടേമും ക്യാൻസൽ ആവുമല്ലോ ആവും. ഇത് ബൈ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും കട്ടായി. ഇനി ഇത് ബൈ ഇത് ചെയ്യുമ്പോൾ ഈ ടേമും എന്തായാലും ക്യാൻസൽ ആകും. ഈ ടേമും ക്യാൻസൽ ആകും. ഈ ടേമും ക്യാൻസൽ ആകും. ഓക്കെ ഇനി ബാക്കി എന്താ ഉണ്ടാവുക എഫ് ഡാഷ് ബൈ എഫ് അല്ലേ ഇത് ബൈ ഇത് ഉണ്ടാവും. അപ്പോൾ എന്താ മക്കളെ പറ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇതും ക്യാൻസൽ ആക്കാം ഇത് രണ്ടും ക്യാൻസൽ ആകും. ബാക്കി എന്താ ഉണ്ടാവുക 2/6 ഉണ്ടാകും. സോ ആൻസർ എന്താ വരിക 2/6. ആൻസർ ഈസ് 1/3. ഇവിടുന്ന് എഫ് ഡാഷ് അല്ലേ കാണേണ്ടത് എന്താ എഫ് ഡാഷ് എഫ് ഇൻറ്റു 1/3. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 1/3. എഫ് എത്ര 12 ഇൻറ്റു 1/3 12/3 ആൻസർ 4 അല്ലേ. സോ ആൻസർ ഈസ് 4 കണ്ടോ 4 ഓക്കെ. ഓപ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാക്കുക 4 2 പ്രാവശ്യം വന്നു. അപ്പോൾ ഏകദേശം അതായിരിക്കാൻ ചാൻസ് കൂടുതൽ എന്തോ ആവട്ടെ അങ്ങനെ നിങ്ങൾ നോക്കരുതിട്ടാ. എസ് ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ ആൻസർ എഴുതി കണ്ടെത്തുക. ഓക്കെ എന്നിട്ട് 4 എന്നുള്ളത് പക്ഷേ 4 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അട്രാക്റ്റീവ് പിന്നെ റിപ്പൾസീവ്. നോക്കുക നമുക്ക് കിട്ടിയ 2 ചാർജ് ഒന്ന് -1 +2 ആണ്. സോ അവർ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക. സോ ആൻസർ എന്താണ് 4 ന്യൂട്ടൺ അട്രാക്റ്റീവ്. 4 ന്യൂട്ടൺ അട്രാക്റ്റീവ് 1 ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ഓക്കെ. സിമ്പിൾ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് വരാം നീറ്റിന് വരാം ചോദിക്കാം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 3 point charges are placed at the corners of an equilateral triangle. മക്കളെ നമ്മുടെ കയ്യിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. മക്കൾ നന്നായി ശ്രദ്ധിക്കട്ടോ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ ഫൈൻ. ഇനി എന്താ 3 point charges are placed at the corners of an equilateral triangle. സോ അപ്പോൾ നമ്മൾ ചാർജിനെ വെക്കാൻ പോവാണ്. ഒരു ചാർജ് ഓക്കെ 3 point charges ചാർജുകളെ പ്ലേസ് ചെയ്തു. നൗ അസ്യൂമിങ് ഓൺലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ടു ബി ആക്ടിങ്. ഇവിടെ ഈ ചാർജുകൾ പരസ്പരം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും കാരണം ചാർജ് അല്ലേ ആണ്. നൗ ഓപ്ഷൻസ് ഈ ദ ചാർജസ് ഹാവ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ്. ഈ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ്സ് ഞാൻ ഇവിടെ എല്ലാം സെയിം ആക്കിയ എഴുതി. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് പറയുമ്പോൾ ഇത് Q1 ആണെന്ന് വിചാരിക്കാം ഇത് Q2 ആണെന്ന് വിചാരിക്കാം ഓക്കെ ഇത് Q3 ആണെന്നും വിചാരിക്കാം. ഓക്കെ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ആണെങ്കിൽ ആൻഡ് ഡിഫറെൻറ്റ് സൈൻസ് അപ്പോൾ ഒന്ന് പ്ലസ് മൈനസ് പ്ലസ് ഓക്കെ ഡിഫറെൻറ്റ് സൈൻസ് ആണെങ്കിൽ സിസ്റ്റം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. സിസ്റ്റം ഇക്വിലിബ്രിയം ആയിരിക്കുന്നു. ശ്രദ്ധിക്കും അതായത് സൈനൊക്കെ എന്തോ ആവട്ടെ. അതായത് നോക്ക് ഞാൻ ഈ ചാർജിനെ എടുക്കുകയാണെങ്കിൽ ആ ചാർജിലേക്ക് ഇയാളും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ഇയാളും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക ചോദിച്ചാൽ ശ്രദ്ധിക്കുക ഇയാൾ ഇവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാകും റിപ്പൾസീവ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഉണ്ടാകും. യു ഗോട്ട് ഇറ്റ്. ഇനി ഇയാൾ ഇവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാകും റിപ്പൾസീവ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഉണ്ടാകും. ശരിയല്ലേ. അപ്പം ഇവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്നുകിൽ ഈ ഫോഴ്സും ആകാം. ആ രണ്ട് ഫോഴ്സ് ഒരിക്കലും ഓപ്പോസിറ്റ് ആവില്ലല്ലോ ഇല്ല. അല്ലെങ്കിൽ ഈ ഫോഴ്സും ആകാം. ശരിയല്ലേ ഓക്കെ. അല്ല ഇത് രണ്ടും ഓപ്പോസിറ്റ് ആവില്ലല്ലോ ഇല്ല. അല്ലെങ്കിൽ ഈ ഫോഴ്സും ആകാം. ആ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ആവില്ലല്ലോ ഇല്ല. അല്ലെങ്കിൽ ഈ ഫോഴ്സും ആകാം. ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കാം. ഈ ചാർജിൽ ഇയാൾ കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ അവിടെ കാണിക്കാം. ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ആക്ട് ചെയ്യുള്ളൂ. ഇയാൾ അവൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ചാർജിനനുസരിച്ചാണ് ഉണ്ടാവുക. ഇനി ഇയാൾ ഇവൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചുണ്ടാവില്ല. ഒന്നുകിൽ ഇതും അല്ലെങ്കിൽ ഇതും അല്ലെങ്കിൽ ഇതും അല്ലേ. ചുരുക്കി പറഞ്ഞാൽ
ഈ ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആകാൻ വകുപ്പില്ല. കാരണം അങ്ങനെ 0 ആകണമെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവണം, ഈക്വലും ആകണം. ഓപ്പോസിറ്റിലായാൽ പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അത് എന്താവൂല, നെറ്റ് ഫോഴ്സ് ഒരിക്കലും 0 ആവൂല. അപ്പൊ എന്ന് പറയുമ്പോൾ ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡോ സൈനോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഡയറക്ഷൻ നോക്കുമ്പോൾ ഒരിക്കലും 0 ആകാനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞാൽ ഈ ചാർജിന്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആകില്ല. സോ ഈ ചാർജ് ഇക്വിലിബ്രിയം ആവില്ല. അതന്നല്ലേ ഇവന്റെ അവസ്ഥ. ഇവന്റെ മുകളിൽ ഇയാളും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ഇയാളും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇയാൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ആയിരിക്കും, ഇയാൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടാളും ഇവന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരിക്കലും ഓപ്പോസിറ്റ് ആവില്ല. അതുകൊണ്ട് ഇയാളും ഇക്വിലിബ്രിയം അല്ല. അപ്പൊ ഈ സംഭവം തെറ്റാണ്, ഇക്വിലിബ്രിയം അല്ല. എന്തൊക്കെ ആയാലും ഇക്വിലിബ്രിയം അല്ല. നൗ സിസ്റ്റം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. തെറ്റ്. The system can never be in equilibrium. Correct. So answer is 3 is the right answer. ആ സിസ്റ്റം ഒരിക്കലും എന്താവില്ല മക്കളെ, ഇക്വിലിബ്രിയം ആവില്ല. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ അടുത്തതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. 11th ക്വസ്റ്റ്യൻ. A charge capital Q is divided into 2 parts. ഒരു ചാർജ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ചാർജ് ക്യാപിറ്റൽ Q, ഇവിടെ നോക്കിക്കടാ, ഒരു ക്യാപിറ്റൽ Q ചാർജ് ആണ്, ക്യാപിറ്റൽ Q ചാർജ് ആണ്. അത് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് എത്രയാണ്? ക്യാപിറ്റൽ Q1 രണ്ട് എത്രയാണ്? ക്യാപിറ്റൽ Q2. ആൻഡ് ദീസ് ചാർജസ് ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് R. ഈ 2 ചാർജും, ദാറ്റ് മീൻസ് Q1 എന്ന ചാർജും Q2 എന്ന ചാർജും നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസിൽ വെക്കുന്നു, R ഡിസ്റ്റൻസ് അകലെ വെക്കുന്നു. ദർ വിൽ ബി മാക്സിമം റിപ്പൾഷൻ ബിറ്റ്വീൻ ദം വെൻ. അപ്പോൾ ഇവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സാണ് ഉണ്ടാവുക. കാരണം സെയിം ചാർജാണ്. കാരണം ഒരു ചാർജിനെ 2 പീസ് ആക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ്. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഇവർ തമ്മിൽ ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഒരു ചാർജിനെ കഷ്ണം മുറിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഒരു അകലത്ത് വെച്ചിട്ട് അവർ തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എപ്പോഴാണ് മാക്സിമം ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. സോ ലിസൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്ക്. ഞാൻ ഈ Q1 എന്ന ഈ ഒരു ചാർജിനെ ഞാൻ ചുമ്മാ ഒരു സ്മോൾ Q എന്ന് വിളിക്കാം, ഒരു സ്മോൾ Q. അപ്പോൾ ഈ Q2 ശരിക്കും എത്ര ഉണ്ടാവുക? ക്യാപിറ്റൽ Q മൈനസ് സ്മോൾ Q അല്ലേ മക്കളെ ഉണ്ടാവുക? യെസ് ഓർ നോ? യെസ്. അപ്പോൾ ഈ ക്യാപിറ്റൽ Q1 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സ്മോൾ Q ആണ്. ഇത് ക്യാപിറ്റൽ Q മൈനസ് സ്മോൾ Q ആണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, അവർ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണ് മക്കളെ വരിക? ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q മൈനസ് Q ഡിവൈഡഡ് ബൈ എന്താ മക്കളെ വരിക? R² എന്ന് വരും. സോ ഫ്രം ഹിയർ ഇവിടെ നോക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫോഴ്സ് മാക്സിമം ആകണം. ഈ ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ പഠിക്കും, മാക്സിമ ആൻഡ് മിനിമ കണ്ടീഷൻ. ഈ ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഡെറിവേറ്റീവ് ഓക്കെ വിത്ത് റെസ്പെക്ട് ടു സ്മോൾ Q dF/dQ ഷുഡ് ബി 0. അത് 0 ആവണം. അപ്പോൾ ഇവിടെ ശരിക്കും വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ Q ആണ്. ഇത് നമുക്ക് ഈ സ്മോൾ Qൻ്റെ വാല്യൂ നമുക്ക് എത്രയും ചെറുതാക്കാൻ, എത്ര ചെറിയ പീസോ നമുക്ക് എടുക്കാമല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്? മാക്സിമം, അത് ദർ വിൽ ബി മാക്സിമം റിപ്പൾഷൻ ബിറ്റ്വീൻ ദം വെൻ Qൻ്റെ വാല്യൂ. അപ്പോൾ എത്ര പീസ് മുറിക്കണം അവർ തമ്മിലുള്ള ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ Q എന്ന് പറയുന്ന ഈ ഒരു പീസിൻ്റെ വാല്യൂ വേരിയബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഫോഴ്സിനെ ആ Q വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0 ആവണം. അപ്പോഴാണ് ഇതാണ് മാക്സിമ കണ്ടീഷൻ. എന്ത് കണ്ടീഷനാണ് മക്കളെ? മാക്സിമ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മക്കളെ ഒന്ന് ശ്രദ്ധിക്കടാ. ലിസൺ പ്ലീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. d/dQ ഓഫ് 1/4πε0 ഇതിലെ ഇത് QQ മൈനസ് Q²/R² എന്നാവും. സോ 1/4πε0 ഇൻറ്റു QQ മൈനസ് Q²/R² എന്ത് 0 ആകണം. സോ ഇത് പുറത്തേക്ക് എടുക്കാം. 1/4πε0 ഇൻറ്റു d/dQ ഓഫ് QQ മൈനസ് Q²/R² ബിക്കംസ് 0. ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇസ് ഈക്വൽ ടു 0 വരും. ഈ R² അങ്ങോട്ട് പോകുമ്പോൾ എന്താ? ഒക്കെ കോൺസ്റ്റൻസ് ആണ്, 0. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് പറയാം d/dQ ഓഫ്
ക്യൂ ക്യൂ മൈനസ് ക്യൂ സ്ക്വയർ ബിക്കംസ് 0 ആവണം. ഡെറിവേറ്റീവ് ഓഫ് ദിസ് എന്താ വരിക? ഡി ക്യൂ ക്യൂ ബൈ ഡി ക്യൂ. എന്താ വരിക? ക്യൂ ആണ് വരിക. സോ ഞാൻ ഇത് മാത്രം ഇതാണ് ഈ ഡെറിവേറ്റീവ് വരിക ക്യൂ മൈനസ് ഇതിനെന്താ വരിക 2q ഇസ് ഈക്വൽ ടു 0 വരും. ഡിഫറൻഷിയേഷൻ പഠിച്ചു വെക്കണം. ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ എന്താ പ്ലസ് 2q ബിക്കംസ് ക്യാപിറ്റൽ Q ഫ്രം ഷിയർ ബോഡി സ്മോൾ q ബിക്കംസ് ക്യാപിറ്റൽ Q ബൈ 2 എന്ന് പറഞ്ഞാൽ മുറിക്കേണ്ടത് എങ്ങനെയാണ്? പകുതി വെച്ച് മുറിക്കണം. എന്ന് പറയുമ്പോൾ ടോട്ടൽ ചാർജ് Q ആയിരുന്നു, അതിൻ്റെ പകുതി ആയിരിക്കണം ഈ Q. അപ്പോൾ മറ്റേ ഇതെന്തായിരിക്കും? പകുതി ആയിരിക്കും. അപ്പോൾ ഹാഫ് വെച്ച് മുറിക്കുകയാണെങ്കിൽ എന്താവുള്ളൂ? അവർ തമ്മിലുള്ള ഫോഴ്സ് എന്താവുള്ളൂ? മാക്സിമം ആവുള്ളൂ. റൈറ്റ്? അപ്പോൾ എത്രയാ മക്കളെ ആൻസർ വരേണ്ടത് പറ. അപ്പോൾ എത്ര ആൻസർ മക്കൾ പറ. എത്ര ആൻസർ? ഇതാ യെസ് Q1 ഇസ് ഈക്വൽ ടു Q2 ഇസ് ഈക്വൽ ടു Q ബൈ 2. Q1 Q ബൈ 2 ആണെങ്കിൽ പിന്നെ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? Q ബൈ 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ Q2 Q ബൈ 2. യു ഗോട്ട് ഇറ്റ്. ഇനി അതല്ലാതെ നമുക്ക് ലോജിക്കലി ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റുമോ? ലിസൺ, ലോജിക്കലി നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ലിസൺ പ്ലീസ് മക്കളെ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ മുറിച്ച പീസുകൾ ഒന്ന് 2q ബൈ 3യും മറ്റേ q ബൈ 3യും ഉണ്ട്. ഇവിടെ മുറിച്ച പീസുകൾ 3q ബൈ 4ഉം പിന്നെ മറ്റേ പീസ് q ബൈ 4ഉം അപ്പം ഉണ്ടാവുക. ഓക്കെ, ഇവിടെ പിന്നെ q ബൈ 2ഉം പിന്നെ q ബൈ 2ഉം. ഇവിടെ പിന്നെ ഈ ഓപ്ഷന് നിങ്ങൾ ഒഴിവാക്കിയേക്ക്. ഇത് എത്രയെന്നുള്ള അറിയാത്ത രീതിയിൽ അവർ മുറിച്ച് ഒഴിവാക്കുക. ഇത് വേണ്ട. ഇത് മൂന്നും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ചാർജും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 2q² ബൈ 9 എന്നാണ് വരിക. എന്തായാലും ഇവർ തമ്മിലുള്ള ഫോഴ്സ് കാണണമെങ്കിൽ അവരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 3q² ബൈ 16 വരിക. ഇവരെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ q² ബൈ 4 വരിക. മൾട്ടിപ്ലൈ ചെയ്യണം ഫോഴ്സ് കാണണമെങ്കിൽ എന്തായാലും. അപ്പോൾ ഇതിൽ ഏതാ വലിയ വാല്യൂ? ഇതല്ലേ മക്കളെ വലിയ വാല്യൂ ആണ്. ഇതാണ് വലിയ വാല്യൂ. ഇത് 0.25 q² ആണ് എന്ന് പറഞ്ഞാൽ ഇതാവൂലേ മാക്സിമം ഫോഴ്സ് ആവാൻ ചാൻസ്. കാരണം എന്താ? എന്തായാലും ഫോഴ്സ് കാണുമ്പോൾ രണ്ട് ചാർജ് മൾട്ടിപ്ലൈ ചെയ്യണം. ചാർജുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം കിട്ടിയ ഇവിടെയാണ്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ഫൈനൽ ആൻസർ. എന്നും നമുക്ക് ലോജിക്കലി വേണമെങ്കിൽ ആൻസർ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ എക്സാക്ട് മെത്തേഡ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മാക്സിമം കണ്ടീഷൻ ചോദിച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചോ, ഒരു ചാർജ്, ആ ചാർജിനെ മുറിക്കുകയാണ്. എത്ര മുറിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിൽ വെക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് മാക്സിമം ആകൽ എപ്പോഴാണ്? കറക്റ്റ് നടു മുറിക്കുക, ഹാഫ്, കൃത്യം ഹാഫ് ആക്കുമ്പോഴാണ് അവർ തമ്മിലുള്ള ഫോഴ്സ് എന്താവുക? മാക്സിമം ആവുക. റൈറ്റ്? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ. Two charges 4q and q are placed at a distance. Two charges 4q and q are placed at a distance L apart. So ഇത് ഒരു 4q ചാർജ് ആണ്. പിന്നെ ഇവിടെ ഒരു q ചാർജ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആണ്. A third charged particle q, മൂന്നാമത്തെ ഒരു ക്യാപിറ്റൽ Q ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദം. എക്സാക്ട്ലി മിഡിൽ ഓഫ് ദമ്മിൽ നമ്മളൊരു ക്യാപിറ്റൽ Q ചാർജ് വെക്കുന്നു. വെച്ചോട്ടെ, സന്തോഷം. ഇഫ് റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ സ്മോൾ q ഈസ് 0, ഇവന്റെ മുകളിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണ്. ഓക്കെ, then the value of q is, മക്കളെ അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ Qന്റെ വാല്യൂ കാണണം. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എടാ, ഈ ചാർജിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. ഈ ചാർജിന്മേൽ ഇയാൾ ഒരു ഫോഴ്സ് കൊടുക്കൂലേ? കൊടുക്കും. ഇയാളും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പം ഇയാൾ ഇവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഇയാൾ ഇവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാലല്ലേ ഇവൻ്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. ആണ്. ഈക്വലും ആകണം, ഓപ്പോസിറ്റും ആകണം. അപ്പൊ ഇവിടെ ഇവന്റെ മുകളിൽ ഇവൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇത് പ്ലസ് ആണ്. ഇത് എത്രയെന്നുള്ള നമുക്ക് അറിയില്ല. അപ്പൊ ഈ ചാർജ് നമ്മൾ കാണണം. ആ ചാർജ് Q ആണോ -Q ആണോ +2q ആണോ -2q ആണോ നമുക്ക് അറിയില്ല. അപ്പൊ ഇവന്റെ ചാർജ് നമുക്ക് അറിയില്ല. നൗ ലിസൺ. ഈ ചാർജ് പ്ലസും ഇതും പ്ലസ് ആയതുകൊണ്ട് ഇവർ തമ്മിൽ റിപ്പൾഷൻ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ഇനി ഇവന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാവണം?
ലെഫ്റ്റിലേക്കാവണം, അപ്പോഴല്ലേ ക്യാൻസൽ ആവാൻ ചാൻസ് ഉള്ളൂ ആണ്. അപ്പൊ ഇത് പ്ലസ് ആയതുകൊണ്ട് ഇവന്റെ ചാർജ് എന്താകണം? മൈനസ് ആകണം, ഉറപ്പാണ്. ശരിയല്ലേ? അപ്പോഴല്ലേ ഇവർ അട്രാക്റ്റീവ് ഫോഴ്സ് ആവുള്ളൂ, ഇവൻ എങ്ങോട്ട് വലിക്കുള്ളൂ ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എന്ത്? ആ ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കണം. സോ ക്യാപിറ്റൽ ക്യൂവിന്റെ വാല്യൂ ഇത് രണ്ടും അല്ല, ഈ രണ്ട് ഓപ്ഷൻസും അല്ല. ഓക്കെ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്. ഓക്കെ ഓക്കെ അപ്പൊ നെഗറ്റീവ് ആണല്ലോ നിങ്ങൾ ആദ്യം കൺക്ലൂഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് പറയാണ്? ഓക്കെ, അവൻ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി എന്ത് പറയാണ്? ആ രണ്ട് ഫോഴ്സും ഈക്വൽ ആവണമല്ലോ, ആവണം. ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ മക്കളെ ശ്രദ്ധിക്ക്, ഇയാൾ അവൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 1/4πε0 ഇൻറ്റു 4q ഇൻറ്റു q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് L ആണ്, L² ഷുഡ് ബി ഈക്വൽ ടു ഇയാൾ ഇവൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റു ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് L/2 ഉണ്ടാവുള്ളൂ, പകുതി ഉണ്ടാവുള്ളൂ. സോ L/2 ദ ഹോൾ സ്ക്വയർ. കട്ട് Q പോയി. ഓക്കെ, സോ ഇവിടുന്ന് L² ഈ L² കട്ടാവും. ബാക്കി എന്താ? 4q ഇസ് ഈക്വൽ ടു അപ്പാർത്ത് q ഡിവൈഡഡ് ബൈ 1/4 എന്നുണ്ടാവും. 1/2² 1/4 അത് മുകളിൽ കയറും. അപ്പോൾ എന്താ 4q ഇസ് ഈക്വൽ ടു 4q എന്ന് വരും. ക്യാൻസൽ ഔട്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ സ്മോൾ ക്യൂവിൻ്റെ വാല്യൂക്ക് ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂ ഈക്വൽ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകണം. സോ ആൻസർ ഈസ് -q ആയിരിക്കണം. ഓക്കെ, ഇനി അതല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് മക്കളെ ശ്രദ്ധിക്കുക? ഇങ്ങനെ ചെയ്യാം. അത് നമ്മൾ ആദ്യമേ നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാലേ. ഓക്കെ, ഇനി ഇങ്ങനെ ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഇയാൾ ഇവൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആകണം, ഓപ്പോസിറ്റ് ആകണം. നമുക്ക് ആൻസർ കിട്ടി. ഞാൻ വേറെ മെത്തേഡിൽ പറയാണ്. സോ നമുക്ക് പറയാം 1/4πε0 ഇൻറ്റു 4q ഇൻറ്റു q ഡിവൈഡഡ് ബൈ 1/4πε0 ഇൻറ്റു 4q ഇൻറ്റു q ഡിവൈഡഡ് ബൈ L² ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ആർക്ക്? ഇവർ തമ്മിലുള്ള ഫോഴ്സിന്. അത് എത്രയാ മക്കളെ? 1/4πε0 ഇൻറ്റു ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ q ഡിവൈഡഡ് ബൈ L/2 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ഈ നെഗറ്റീവ് എന്താ? ഓപ്പോസിറ്റ് ആവണം എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, നൗ ഇത് കട്ട്. ഈ q ക്യാൻസൽ. സോ ബാക്കി 4q ഡിവൈഡഡ് ബൈ L² ഇസ് ഈക്വൽ ടു ഈ 2² മുകളിൽ കയറുമ്പോൾ എന്താവും? 4 ആവും. 4 മുകളിൽ എത്തുമ്പോൾ 4 മൈനസ് ഉണ്ട്. 4q ഡിവൈഡഡ് ബൈ L² വരും. L² ക്യാൻസൽ. 4 cancel. So from that -q is equal to q. From here q is equal to -q. So our answer is -q. Correct answer കിട്ടി. കണ്ടോ? റൈറ്റ്. ഇങ്ങനെ ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നുകിൽ ആദ്യം സൈൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിട്ട് അവരെ നേരെ ഈക്വേറ്റ് ചെയ്തിട്ട് ആ സൈന് വാല്യൂ അവസാനം നേരത്തെ നമുക്ക് q is equal to q എന്നാ കിട്ടി. അപ്പോൾ ആ q നെഗറ്റീവ് ആകണം നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാ. അപ്പോൾ നേരെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ എക്സാക്ട് മെത്തേഡ്. റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കണം. 4 charges are placed at the circumference of the dial of a clock as shown in figure. ഇവിടെ നോക്കുക, 4 charges. ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ്. ഇതും പ്ലസ്, ഇതും മൈനസ് ആയിക്കോട്ടെ. If the clock has only hour hand, ഈ ക്ലോക്കിന് മണിക്കൂർ സൂചി മാത്രമേ ഉള്ളൂ, hour hand മാത്രമേ ഉള്ളൂ, ആയിക്കോട്ടെ. Then the resultant force on a positive charge Q0. അപ്പോൾ ഇതാണ് Q0 എന്ന ചാർജ് അറ്റ് ദ സെന്റർ. ഈ സെന്ററിൽ വെച്ച ചാർജ് ആണ് Q0. അപ്പോൾ ആ Q0ന്റെ മുകളിലുള്ള എന്ത് കാണണം? Then the resultant force on a positive charge Q0 at placed at the center points in the direction which shows the time as. അതായത് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ Q0 എന്ന ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് അതിന്റെ ഡയറക്ഷൻ, ആ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതിൽ ഏത് സമയം കാണിക്കുന്നത് പോലെ ആയിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കടാ മക്കളെ, ശ്രദ്ധിക്കേ. 1:30 ഇതിൽ സമയം കാണിക്കുകയാണെങ്കിൽ 30 മിനിറ്റ് ആണ്. മിനിറ്റ് കാണിക്കാൻ മിനിറ്റ് സൂചി ഇല്ല. അപ്പൊ എന്താണ്? ഹവർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ 1:30 കാണിക്കണമെങ്കിൽ ആ ഹവർ ഹാൻഡ് ഇവിടെ 1ന്റെ അടുത്തേക്ക് ആവണ്ടേ?
ആവണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്ങോട്ടേക്ക് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലസ് ക്യൂ അവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ഈ പ്ലസ് ക്യൂ ഈ പോസിറ്റീവ് Q0 ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ഇനി ഈ മൈനസ് ക്യൂ ഈ പ്ലസ് Q0 അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. സോ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ഈ മൈനസ് ക്യൂ ഈ Q0 ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. സോ ഈ രണ്ട് ഫോഴ്സും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു വലിയ ഫോഴ്സ് കിട്ടും. ഇത് ആഡ് ഇങ്ങോട്ടേക്ക് ഒരു വലിയ ഫോഴ്സ് കിട്ടും. ആ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് വരിക, ആ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് വരിക ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് വരിക. ശരിയല്ലേ? റൈറ്റ്, ഇങ്ങനെയാണ് റിസൾട്ടൻ്റ് വരിക. ഓക്കെ, ഫൈൻ. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ Q0 ഇങ്ങനെയാണ്. ഓക്കെ, ഇനി സമയം നോക്കുക. 1:30 എന്ന് പറയുമ്പോൾ ഹവർ ഹാൻഡ് ഇങ്ങനെ ഉണ്ടാവുക. 7:30 എന്ന് പറയുമ്പോൾ ഹവർ ഹാൻഡ് ഇങ്ങനെ ഉണ്ടാവുക. കാരണം ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇവിടെ 7 ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ 7ൻ്റെ അടുത്തേക്കാണുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി 4:30 എന്ന് പറയുമ്പോൾ ഈ ഹവർ ഹാൻഡ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. 10:30 എന്ന് പറയും ഹവർ ഹാൻഡ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഉറപ്പ് ആൻസർ ഏതാ? 7:30 ആണ് കറക്റ്റ് വരിക. യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ, സൂപ്പർ ക്വസ്റ്റ്യൻ. ഓക്കെ, കിടുക്കാച്ചി ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻ. ഇതൊക്കെ വെക്ടേഴ്സ് മക്കളെ. വെക്ടർ അഡീഷൻ നന്നായിട്ട് പഠിക്കണം. വെക്ടർ അഡീഷൻ നിർബന്ധമാണ്. അതില്ലാണ്ട് അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലായിടത്തും വെക്ടേഴ്സ് വരും. ഓക്കെ, പഠിക്കണം കേട്ടോ. ഇനി മക്കളെ ശ്രദ്ധിക്കടാ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കടാ. ലിസൺ. Two small spheres each having a charge plus Q are suspended by insulating threads of length L. ശ്രദ്ധിക്കണേ. Two small spheres each having a charge plus Q. ശ്രദ്ധിക്കടാ. Two small spheres, രണ്ട് small spheres ഉണ്ട്. ഇവിടെ ചാർജ് പ്ലസ് Q ആണ്. ഓക്കെ, having a charge plus Q are suspended. ഓക്കെ, ഞാനല്ല. ഓക്കെ, suspended by insulating threads of length L from a hook. ഓക്കെ, അപ്പോൾ ഒരു ഹുക്കിൽ നിന്നും ഇങ്ങനെ രണ്ട് സ്ഫിയേഴ്സിനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാർജ് Q ആണ്, പ്ലസ് Q. ഓക്കെ, പ്ലസ് Q. Two small spheres each having a charge, രണ്ടാൾക്കും ഓരോരുത്തർക്കും പ്ലസ് Q ചാർജ് ഉണ്ട്. ആർ സസ്പെൻഡഡ് ബൈ ഇൻസുലേറ്റിംഗ് ത്രെഡ്സ് ഓഫ് ലെങ്ത് L ഫ്രം എ ഹുക്ക്. ദിസ് അറേഞ്ച്മെന്റ് ഈസ് ടേക്കൺ ടു എ സ്പേസ്. ഇതിനെ സ്പേസിൽ കൊണ്ടുപോയി വേർ ദർ ഈസ് നോ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒന്നുമില്ല. Then the angle between the two threads and the tension in each will be. Okay, അപ്പം ഇവർ തമ്മിലുള്ള ആംഗിൾ കാണണം, സ്ട്രിങ് ടെൻഷനും കാണണം. സോ ലിസൺ മക്കളെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുട്ടിയോണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഇയാൾക്കും പ്ലസ് Q ചാർജ് കൊടുത്തു, ഇയാൾക്കും പ്ലസ് Q ചാർജ് കൊടുത്താൽ ഇവർ പരസ്പരം റിപ്പൽ ചെയ്യും. ഓക്കെ, ഇവിടെ അപ്പോൾ ഇവർ സ്പേസിലുള്ളത് കേട്ടോ. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഇല്ല, താഴേക്ക് വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇങ്ങനെ നിൽക്കുമോ? ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. ഇങ്ങനെ നിൽക്കണമെങ്കിൽ ലിസൺ, ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടാവും. ഇവൻ്റെ മുകളിലൊരു ഫോഴ്സ് ഇങ്ങനെ ഇവിടെ പ്ലസ് Q ചാർജ് ഉണ്ടല്ലോ, ഇവിടെയും പ്ലസ് Q ചാർജ് ഉണ്ടല്ലോ. അപ്പോൾ ഇയാളും തള്ളും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുമ്പോൾ ഇത് ഇവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഇത് ഇയാൾ അവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, എന്തോ ആവട്ടെ. ഇങ്ങനെ ഒരു ടെൻഷന് വരും സ്ട്രിങ്ങിൽ, ബട്ട് സ്ട്രിങ് ആണിത്, കയറിൽ ടെൻഷൻ ഉണ്ടാകും. ഇവിടെ ഇങ്ങനെയും ഒരു ടെൻഷൻ ഉണ്ടാകും. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ ഇങ്ങനെ അങ്ങോട്ട് സെപ്പറേറ്റ് ആയി കുറച്ച് കഴിയുമ്പോൾ ഇക്വിലിബ്രിയം ആയി നിൽക്കണ്ടേ, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കണ്ടേ. ഓക്കെ, അപ്പോൾ അത് നിൽക്കുമ്പോൾ അവർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ നന്നായി ബുദ്ധി ഉപയോഗിക്കണം. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ടെൻഷൻ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സ് കൊണ്ടും ഒരിക്കലും ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആവൂല. എന്താ കാരണം? ഈ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റിലേക്കല്ല. മനസ്സിലായോ? ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ രണ്ട് ഫോഴ്സ് ഒരിക്കലും ഇതിൽ 0 അല്ല എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടെൻഷൻ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പൗണ്ട് ഇങ്ങനെയും ഒരു കമ്പൗണ്ട് ഇങ്ങനെയും ഉണ്ടാവും. ഈ കമ്പൗണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്താലും ഒരു കമ്പൗണ്ട് മുകളിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇയാൾ വീണ്ടും മുകളിലേക്ക് പൊങ്ങും, ഇയാളും അങ്ങനെ തന്നെ മുകളിലേക്ക് പൊങ്ങും എന്ന് പറഞ്ഞാൽ, മക്കളെ ശ്രദ്ധിക്ക്, എന്ന് പറഞ്ഞാൽ ഫൈനലി ഇവർ ഇങ്ങനെയാകും. എർത്തിലല്ലാത്തതുകൊണ്ട് മക്കളെ, എർത്തിലാണെങ്കിൽ ഇവരിങ്ങനെ ചേരിഞ്ഞാൽ നിൽക്കുക, എർത്ത് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കും അവർ.
പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവുക, ഇവ ടെൻഷൻ ഇങ്ങോട്ടേക്കും ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇത് ഇക്വിലിബ്രിയം ആയി. ഇനി ഇയാൾ ഇവൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് റൈറ്റിലേക്കാണ്, ടെൻഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ആ രണ്ട് ഫോഴ്സും ക്യാൻസൽ ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ഇക്വിലിബ്രിയം ആകാം, ഇത് ഇക്വിലിബ്രിയം, അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തും അവർ ഇക്വിലിബ്രിയം ആവാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലെ അവർ ഇക്വിലിബ്രിയം ആവുള്ളൂ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാ എത്രയാ മക്കളെ? 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. സോ ആൻസർ വിൽ ബി 180 ഡിഗ്രി. സോ 180 ഡിഗ്രിയുള്ള മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. എന്തും കൂടി കാണണം, ആംഗിൾ ബിറ്റ്വീൻ ദ ടു ത്രെഡ്സ് അത് കണ്ടു, ആൻഡ് ദ ടെൻഷൻ ഇൻ ഈച്ച് സ്ട്രിങ് വിൽ ബി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടെൻഷനും കൂടി നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഫോഴ്സിന് ഈക്വലാ. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ആണ്. അവർ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെ കാണുക? സ്ട്രിങ്ങിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ആ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? എല്ലാന്ന് പറഞ്ഞപ്പോൾ ഇതും എല്ലാണ്. അപ്പൊ ഈ ലെങ്ത്തും എല്ലായിരിക്കും, ഈ ലെങ്ത്തും എല്ലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് കാണണം? അവർ തമ്മിലുള്ള ഫോഴ്സ് ഫൈൻഡ് ചെയ്യണം. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഫൈൻഡ് ചെയ്യണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണോ അത്ര തന്നെ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണോ അത്രയും ടെൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ടെൻഷൻ കാണാൻ പോവാൻ, ടെൻഷൻ ഇസ് ഈക്വൽ ടു ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ചാർജ് എത്രയാ മക്കളെ? +q ആണ്. സോ പറ 1/4πε0 ഇൻറ്റു +q ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് 12 ഉണ്ടാകും, അതിന്റെ സ്ക്വയർ ഉണ്ടാകും. 1/4πε q² / 12 square. Yes, this is the right answer. 1/4πε0 q² / 12 square. Right അല്ലേ? Yes, exactly. ഇതാ ടെൻഷൻ വരിക കണ്ടോ. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സാണ് പഠിക്കുന്നതെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിലുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ടെൻഷന്, ഫോഴ്സ്, ഇക്വിലിബ്രിയം കണ്ടീഷന്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. റൈറ്റ്? ഓക്കെ, നല്ലതുപോലെ പഠിക്കണം കേട്ടോ മക്കളെ. ഇങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, നൗ ഇനി നമുക്ക് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കൊളംസ് ലോ ആ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട ടോപ്പ് മീൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് കംപ്ലീറ്റ്, ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം ഈ ചാപ്റ്ററിൻ്റെ പകുതിയോളം നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സ്, അതുപോലെ തന്നെ ഗോസ് തിയറം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ബാക്കി ചെയ്യും. ക്ലിയർ? അപ്പോൾ ഞാൻ എന്താ പറയുക, ഇലാബറേറ്റായി ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഓക്കെ, എന്താ പറയുക, പെട്ടെന്ന് തീർക്കുന്നില്ല, ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. തിയറി ക്ലാസ് നല്ലതുപോലെ പഠിക്കണം. തിയറി ക്ലാസ് നല്ലതുപോലെ പഠിക്കാതെ എൻട്രൻസ് ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നല്ല നോളജ് വേണം. ഓക്കെ, സോ വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കി നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗം ഇലക്ട്രിക് ഫീൽഡ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഫ്ലെക്സ്, ഗോസ് തിയറം, ഇതിൻ്റെ ഒക്കെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ മക്കളെ നന്നായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.